അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അതുവഴി നാളെ അള്ളാഹുവിൻ്റെ അരികിലേക്കുള്ള മടക്കം എളുപ്പമാക്കാനും നമ്മുടെ പ്രവാചകനെ അറിയാൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാൻ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും. ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിനകത്തും പുറത്തും യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണ് അന്ധതയില്ലാതെ, അനാചാരങ്ങളില്ലാതെ പല കുടുംബത്തിലും ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന നമ്മളിൽ പലരും. ഇത്തരത്തിലുള്ള പരിപാടികളെ കൊണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആരെയെങ്കിലും കുറ്റം പറയാനോ, ആർക്കെങ്കിലും ജയിക്കാനോ, ആരുടെയെങ്കിലും അടിച്ചമർത്താനോ, മറ്റുള്ളവരുടെ വിശ്വാസത്തെ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. മറിച്ച് തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ അറഫ മൈതാനത്ത് വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് അള്ളാഹുവിന്റെ മതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. മദീന പള്ളിയുടെ ചാരത്ത് വെച്ച് കണ്ണു നിറഞ്ഞ സഹാബത്തിനോട് അള്ളാഹുവിന്റെ തിരുദൂതൻ ഈ ആയത്ത് വീണ്ടും ഓതിക്കൊടുക്കുമ്പോൾ ആ സഹാബത്തിനും അറിയാം, ഇനി അള്ളാഹുവിന്റെ മതത്തിൽ എന്തെങ്കിലും പറയാൻ അള്ളാഹുവിന്റെ റസൂലുള്ളാക്ക് പടച്ച റബ്ബ് ആയുസ് നീട്ടിക്കൊടുത്തു കൊള്ളണം എന്നില്ല. കാരണം മരണത്തിന്റെ മാസങ്ങൾക്ക് മുൻപേ ചില അടയാളങ്ങളിലൂടെ അല്ലാഹു തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്.
നമ്മൾക്കൊന്നും അള്ളാഹു തരാത്ത ഒരു ഓർമ്മപ്പെടുത്തൽ. തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആയിരക്കണക്കിന് സഹാബത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ മുൻപിലൂടെ തവാഫ് ചെയ്ത് മഖാമു ഇബ്രാഹിം ഉംറക്ക് പോയവർക്കറിയാം. അള്ളാഹുവിന്റെ കഅബയുടെ വാതിലിന്റെ നേരെയുള്ള മഖാമു ഇബ്രാഹിമിന്റെ മുൻപിലെത്തിയപ്പോ നിശബ്ദരായി തോളൊപ്പിച്ച് മടമ്പൊപ്പിച്ച് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലി നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന സഹാബത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലുള്ള തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും. സഹാബത്തെ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി പഠിക്കണം. ഫലഅല്ലി ലാ അൽകാക്കും ബഅദ ആമി ഹാദാ. കാരണം ഈ കൊല്ലത്തിന് ശേഷം അടുത്ത ദുൽഹിജ്ജ മാസത്തിൽ നിങ്ങളെ കൂടെ ഒരു ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം അള്ളാഹുവിന്റെ തിരുദൂതന് പടച്ച റബ്ബ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ സമയത്തോട് അടുക്കുന്നുണ്ട് നബിയേ. ആ സമയത്താണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. റസൂലേ, ഇസ്ലാം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പരക്കുകയും പലരും ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വരികയും ചെയ്യുന്നത് കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, നിങ്ങൾ അള്ളാഹുവിനോട് പാശ്ചാത്തപിച്ച് മടങ്ങുകയും പാപമോചനം തേടുകയും റബ്ബിനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ആ ആയത്ത് അവതരിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ബോധ്യായി, ഇനി എന്റെ ആവശ്യം അള്ളാഹുവിന് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, ഇസ്ലാം വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച ഹജ്ജ് കർമ്മത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി. ദുൽഹിജ്ജ മാസത്തിലെ ആ മാസത്തിന് ശേഷം അടുത്തത് മുഹറം മാസമായി, സഫർ മാസമായി. ആ സഫർ മാസത്തെ 30-ാമത്തെ തീയതിയിൽ ഒരു സ്വഹാബി മരണപ്പെട്ടു എന്ന് കേട്ടപ്പം സ്വഹാബത്തിന്റെ ജനാസയുമായി മദീന പള്ളിയുടെ അരികിലുള്ള ബഖീഉൽ അർഖദ്, സ്വർഗത്തിന്റെ പൂന്തോട്ടം എന്ന മറിമാടുന്ന സ്ഥലത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ കയറി ചെന്നു. ആ സ്വഹാബത്തിനെ ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് ആ ഖബറിലേക്ക് നോക്കി റസൂലുള്ള വാവിട്ട് കരയാൻ തുടങ്ങി. അന്ന് വരെ റസൂലുള്ള കാണിക്കാത്ത ആ കാര്യം സഹാബത്ത് കണ്ടപ്പോ സഹാബത്ത് ചോദിച്ചു, റസൂലേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ആ ഖബറിന്റെ ആയങ്ങളിലേക്ക് ചൂണ്ടി തിരുദൂതൻ കണ്ണുനീരോടെ പറഞ്ഞു, ഇത്തഖൂ അദാബൽ ഖബർ. ഞാനും നിങ്ങളും നാളെ ചെന്ന് കയറേണ്ട ആ റബ്ബിന്റെ 6 അടി മണ്ണിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഒരു മനസ്സിനും ചിന്തിക്കാനാവാത്ത പലതും പടച്ച റബ്ബ് ഖബറിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവസാനം ആ മയ്യത്തിന് വേണ്ടി 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി തിരിച്ച് വീട്ടിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് മടങ്ങുമ്പോൾ പള്ളിയുടെയും വീടിന്റെയും അരികിലെത്തുന്ന സെക്കൻഡിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന തോർത്തുമുണ്ട് തലയിലേക്ക് വെച്ച് 2 കൈകൊണ്ടും റസൂലുള്ള തല ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി. സഹാബത്ത് ചോദിച്ചു, എന്തേ റസൂലേ, എന്താ അങ്ങക്ക് പറ്റിയത്? അള്ളാഹുവിന്റെ തിരുദൂതൻ കണ്ണുനീരോടെ പറഞ്ഞു, മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ അറിയുന്നുണ്ട്. എന്റെ മരണത്തിന്റെ സെക്കൻഡുകളിലേക്ക് ഞാൻ അടുക്കുന്നുണ്ട്. കാരണം എന്റെ സമയം വന്നെത്താറായി. എല്ലാ റമദാനുകളിലും പടച്ച റബ്ബ് ഒരു തവണ ജിബ്രീലിനെ റസൂലിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും, ഖുർആൻ ഒന്നാകെ ഒന്ന് ഓദിക്കാൻ വേണ്ടി. മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള റമദാനിൽ 2 തവണ ജിബ്രീൽ വന്ന് റസൂലിനെ കൊണ്ട് ഖുർആൻ ഓദിച്ചപ്പോ മദീന പള്ളിയിലിരിക്കുന്ന സഹാബത്ത് കണ്ണീരോടെ ചോദിച്ചു, എന്തിനാ നബിയെ 2 തവണയൊക്കെ വന്ന് ജിബ്രീൽ? പുഞ്ചിരിയോടെ റസൂലുള്ള പറഞ്ഞു, എന്റെ അവസരം അള്ളാഹു അവസാനിപ്പിക്കാറായി. എല്ലാ റമദാനിലും അവസാനത്തെ 10 ദിവസം മദീനത്തെ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുന്ന റസൂലുള്ളാഹിനോട് മരണത്തിന്റെ തൊട്ടു മുൻപുള്ള റമദാനിൽ അള്ളാന്റെ കൽപ്പന വന്നു, നബിയെ 20 ദിവസം പള്ളിയിൽ ഈത്തിക്കാഫിരിക്കണം. ആ 20 ദിവസം ഈത്തിക്കാഫിന് അള്ളാന്റെ വാക്ക് കിട്ടിയപ്പോ ആയിഷ ബീബി നെഞ്ചുപൊട്ടി ചോദിച്ചു, റസൂലേ, 10 ഉള്ളത് പടച്ചോൻ എന്തിനാ 20 ആക്കിയത്? റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, ആയിഷ, ഇനി ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അവസാനം സഫർ 30-ന്റെ അന്ന് തല പൊട്ടിപ്പളരുന്ന വേദന കൊണ്ട് റസൂലുള്ള കരയുമ്പോ സഹാബത്ത് ചോദിച്ചു, പറ നബിയെ, എന്താ പറ്റുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അന്ന് ഖൈബറിലെ ഒരു ജൂതപ്പെണ്ണ് റസൂലുള്ളാഹിനെയും സഹാബത്തിനെയും കൂട്ടിക്കൊണ്ടുപോയി വിഷം പുരട്ടിയ മാംസം കൊടുത്ത് കഴിച്ച സ്വഹാബി റസൂലിന്റെ മുൻപിൽ വെച്ച് മരണപ്പെടുകയും അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് അല്ലാഹ് വഹി അറിയിക്കുകയും ആ കഴിച്ച ഭക്ഷണം ആ ശരീരത്തിൽ ബാധിക്കാതിരിക്കുകയും ചെയ്ത ആ രംഗം ഓർത്തിട്ട് റസൂലുള്ള പറഞ്ഞു, അന്നത്തെ ആ മരണം ഇന്നെനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അള്ളാന്റെ വെളിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്റെ മരണത്തിന്റെ വേദന ഞാൻ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് സഫർ 30 മുതൽ റബീഉൽ അവ്വൽ 12 വരെ 13 ദിവസം റസൂലുള്ള രോഗിയാ.
മേലനങ്ങാൻ പറ്റാതെ റസൂലുള്ളാന്റെ ശരീരത്തിൽ നിന്ന് തീപ്പാറുന്ന രൂപത്തിൽ ചൂട് വരാൻ തുടങ്ങി. സഹാബാക്കൾ അന്ന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹാന്റെ വീട്ടിലേക്കാ റസൂലുള്ളാഹ് ഉള്ളത്. അന്ന് ഹഫ്സ ബീവിന്റെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുവച്ച് കിടത്തി. പിറ്റേന്ന് നേരം വെളുത്തു സുബഹി നിസ്കരിച്ച് ഉടനെ സഹാബത്ത് ഓടി ഹഫ്സ ബീവിന്റെ വീട്ടിലെത്തി. ഈത്തപ്പന ഓലയിൽ ചുട്ടുപൊള്ളുന്ന ചൂടുമായി തിരുദൂതൻ കിടക്കുന്നത് കണ്ടപ്പം സഹാബത്ത് ചോദിച്ചു, റസൂലേ എന്താക്കണം? അള്ളാഹുവിന്റെ തിരുദൂതൻ കണ്ണുനീരോടെ ചോദിച്ചു, ഐന ഓദൻ, ഞാനേ ഇന്ന് എവിടെയാ? ഇന്ന് ഏത് ഭാര്യക്കാ എന്റെ ദിവസം? ഓരോ ദിവസവും ഓരോ ഭാര്യമാർക്കാണല്ലോ. ഇന്ന് ഹഫ്സാന്റെ വീട്ടിൽ നിന്ന് എനിക്ക് പോണം. ഇന്ന് ഏത് ഭാര്യന്റെ വീട്ടിലാ നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഭാര്യമാരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു. അള്ളാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടം മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആയിഷ ബീവിന്റെ വീട്ടിൽ കിടക്കാനാ. അതുകൊണ്ട് റസൂലെ, ഞങ്ങൾക്കെല്ലാവർക്കും സമ്മതം, നിങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിൽ കിടന്നോ. അന്ന് അള്ളാഹുവിന്റെ റസൂലുള്ളാനെ സഹാബത്ത് തോളിലെടുത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ വീട്ടിൽ കൊണ്ടുവച്ച് കിടത്തി. അവിടെ നിന്ന് അങ്ങോട്ട് 13 ദിവസം, മരിക്കുന്ന സെക്കൻഡ് വരെ ആയിഷ ബീവിന്റെ വീട്ടിലാ അള്ളാഹുവിന്റെ ഹബീബ്. മരിക്കുന്നതിന്റെ 4 ദിവസം മുൻപ് വരെ മദീനത്തെ പള്ളി പോയിട്ടുണ്ട്. നിലത്തുറയ്ക്കാത്ത കാലുകൾ തളർന്നു പോകുമ്പം 2 സഹാബാക്കൾ റസൂലിന്റെ കൈയെടുത്ത് തോളിലിട്ട് മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഓരോ തവണ മദീനത്തെ പള്ളിയിലേക്ക് ചെന്ന് കയറുമ്പോഴും റസൂലുള്ളാഹ്ക്ക് വേണ്ടി വിങ്ങിപ്പൊട്ടിക്കരയുന്ന സഹാബത്തിനോട് കാർക്കശ്യത്തോടെ റസൂലുള്ള പറഞ്ഞു, അസ്വലാത്ത്, നിന്റെ സ്നേഹം പറഞ്ഞിട്ട് നിസ്കാരങ്ങൾ ഒഴിവാക്കരുത്. എന്നോടുള്ള പ്രിയം പറഞ്ഞിട്ട് നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കരുത്. അസ്വലാത്ത്, വേഗം നിസ്കരിക്കാൻ വാ. മരണത്തിന്റെ 4 ദിവസങ്ങൾക്ക് മുൻപ് വരെ മദീന പള്ളിയിലേക്ക് കൃത്യമായിട്ടെത്തി. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് മരണത്തിന്റെ അവസാനത്തോടടുക്കുന്ന ഒരു ദിവസമുണ്ട്. ഏകദേശം അള്ളാഹുവിന്റെ തിരുദൂതൻ റബീഉൽ അവ്വൽ 12 നേരം വെളുത്തു. സൂര്യന്റെ ചൂടിങ്ങനെ കാണിച്ചു തുടങ്ങി. ശരീരമാസകലം റസൂലുള്ളാഹ്ക്ക് വേദന വന്നു തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ട് റസൂലുള്ള മുഖത്തേക്കിടും, മുഖത്തുനിന്ന് ഇങ്ങനെ വലിച്ചു മാറ്റും. കണ്ണുനീരോടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ മടിക്കടത്തിയിട്ട് ചോദിക്കും, നബിയേ എന്താ നിങ്ങൾക്ക് പറ്റുന്നത്? ഇന്ന് വരെ ഇല്ലാത്തൊരു വെപ്രാളങ്ങളെ മുഖത്തുണ്ടല്ലോ നബിയേ. 13 ദിവസം എന്റെ മടി കിടന്നിട്ടും ഞാൻ കാണാത്തൊരു പേടിങ്ങളെ കണ്ണിലുണ്ടല്ലോ നബിയേ. അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ആയിഷ ബീവിന്റെ മുഖത്തു നോക്കി പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദന ഉണ്ട് ആയിഷ, മരണത്തിന് സഹിക്കാനാവാത്ത വേദന ഉണ്ട് ആയിഷ. അള്ളാഹുവിന്റെ റസൂല് മരണത്തൊലെ കടുക്കാണ് എന്നറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആയിഷ ബീവി വേഗം ചെയ്തു കൊടുക്കുക. പുലർച്ചെ സുബഹിന്റെ സമയത്താണ് ഈ സംഭവം. പല്ല് തേച്ചങ്ങോട്ട് കയറി വന്ന ആങ്ങള അബ്ദുറഹ്മാന്റെ കൈമലേക്ക് റസൂലുള്ള ആവേശത്തോടെ നോക്കുന്നത് കണ്ടപ്പോ ആ റസൂലുള്ളാന്റെ കണ്ണിന്റെ കാഴ്ച കണ്ട് തന്റെ ആങ്ങളയുടെ കയ്യിൽ നിന്നും അറാഖിന്റെ കൊള്ളിക്കഷണം പിടിച്ചു വാങ്ങി അതിങ്ങനെ ചവച്ചരച്ച് 2-3 തവണ റസൂലിന്റെ പല്ലേപ്പിച്ചെടുക്കും ആയിഷ ബീവി. കാരണം കൂടെ കിടന്ന ആയിഷ ബീവിക്കറിയാം റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹിക്ക് പല്ലേക്കലാന്ന്. അവസാനം അല്പം വെള്ളം അരികിക്കൊണ്ടുവച്ച് അതിങ്ങനെ തണുത്ത വെള്ളം എടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തൂടെ അങ്ങനെ തടവും. ആ തടവുന്നതിനിടയിൽ എപ്പോഴോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറയും, ആയിഷ, ആൺമക്കളില്ലാത്തതിന്റെ വേദന അറിയിക്കാത്ത എൻ്റെ 2 മക്കളെ, പേരക്കുട്ടികളെ വിളിക്കണം, എൻ്റെ ഫാത്തിമാന്റെ മക്കളെ വിളിക്കണം. സഹാബത്ത് വിളിച്ചുകൊണ്ട് വന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. 2 ആളെ റസൂലുള്ള കിടത്തത്ത് ഇങ്ങനെ കൈയിട്ട് തോള് പിടിച്ചു. ഇതൊന്നും എൻ്റെ വകയല്ലട്ടോ, ഇതിലൊരക്ഷരം പോലും ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല. കാരണം ആമൻതു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, എന്റെ ഹബീബായ നബി തങ്ങളുടെ പേരിൽ ഒരു വാക്കെങ്കിലും ഞാൻ കൂട്ടിപ്പറഞ്ഞാൽ ഫൽയതബവ്വഅ മഖഅദഹു ഫിന്നാർ, അവൻ അള്ളാന്റെ നരകത്തിൽ ആ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് ലോകത്തെ പഠിപ്പിച്ച ആചാര്യൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാക്കല്ലാത്തൊരക്ഷരം ഈ വാക്കിൽ പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കൂല. 2 പേരെയും അള്ളാഹുവിന്റെ ഹബീബ് ഫഖബ്ബലഹുമാ, അമർത്തി ചുംബിച്ചു. ശ്വാസം മുട്ടുമാറ് ഹസനും ഹുസൈനും ഇങ്ങനെ വെപ്രാളപ്പെട്ടപ്പോ സഹാബാക്കൾ റസൂലിന്റെ കൈ ഇങ്ങനെ വിടുവിച്ചു. കാരണം റസൂലുള്ളാഹിക്ക് ആൺമക്കളില്ല. ആൺമക്കളില്ലാത്ത വേദന റസൂലുള്ള അറിയാതിരുന്നത് ആ 2 പേരക്കുട്ടികളെ കൊണ്ടാണ്. അതിനുശേഷം തിരുദൂതൻ ഓരോ ഭാര്യമാരെയും വിളിക്കും. ഓരോ ഭാര്യമാരെ കൈ പിടിച്ചിട്ടും ചോദിക്കും, ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ? സർവ്വ ഭാര്യമാരും റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഇനിയൊരായുസ് പടച്ചോ നീട്ടിത്തന്നാൽ, അള്ളാഹുവിന്റെ മറ്റൊരു ലോകത്തെങ്ങാനും പടച്ച റബ്ബ് നിങ്ങൾക്കൊരു ഭാര്യയെ തരുമെങ്കിൽ ഞങ്ങളെ തന്നെ തെരഞ്ഞെടുക്കണേ നബിയെ, ഞങ്ങളെ തന്നെ താങ്കൾ തെരഞ്ഞെടുക്കണേ നബിയെ. കാരണം ആയുസിന്റെ ജീവിതത്തിനിടയിൽ അള്ളാഹു തന്ന ഏറ്റവും വലിയ നിധിയായിരുന്നു നിങ്ങളുടെ ഭാര്യ എന്ന പദവി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 6 ദീനാർ സഹാബത്തിന്റെ കൈ കൊടുത്തിട്ട് പറയും, നിക്ഷേപം വേണ്ട, എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം.
ശേഷം ആയിഷ ബീവിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് റസൂലുള്ള അങ്ങ് ബോധം കിട്ടുപോകും. ബോധം തെളിഞ്ഞ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി ആയിഷ ബീവി ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുമ്പം അള്ളാന്റെ ഹബീബിന്റെ ചുണ്ടെന്തോ മന്ത്രിക്കും. കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, ഉമ്മാ എന്താ റസൂലുള്ള പറയുന്നത്? തന്റെ ചെവി റസൂലുള്ളാന്റെ ചുണ്ടിന്റെ അരികിലേക്ക് വെച്ച് നോക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ആയിഷ ബീവി അന്ന് വിളിച്ചു പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനത്തുല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ആരെ? അൽ യഹൂദ വന്നസാറ, ജൂത ക്രൈസ്തവന്മാരെ. എന്തിനാ ശപിച്ചത്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കൾ മരണപ്പെടുമ്പോ ആ അമ്പിയാക്കളുടെ കബറുകൾ കെട്ടിപ്പൊക്കുകയും ആ കബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുകയും ആ കബറിനെ ആരാധിക്കുകയും ആ കബറിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുകയും ആ കബറാളിയിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിക്കുകയും ആ കബറാളിയിൽ നിന്ന് ശ്രേഷ്ഠതയും ഫളിലും ആഗ്രഹിച്ചുകൊണ്ട് ആ കബറിന്റെ അരികിലേക്ക് തീർത്ഥയാത്രകളും ദീർഘയാത്രകളും അല്ലെങ്കിൽ ജാറമക്ബറകളും തെങ്ങി നിറഞ്ഞ ഉമ്മത്താക്കപ്പെട്ടിരുന്ന അന്നത്തെ ജൂതന്മാരെ ലഅനത്തുല്ലാഹ്, അല്ലാഹ് ശപിക്കട്ടെ. ഇത് പറഞ്ഞു തിരുദൂതൻ പെട്ടെന്ന് പിന്നെയും ബോധം കിട്ടും. സഹാബാക്കളെ 7 തോൽപാത്രം വെള്ളം ഹബീബിന്റെ മുഖത്തുണ്ട് ചോദിക്കും, ശരീരത്തിൽ ഒന്നാകെ. അല്പ ആശ്വാസം തോന്നുമ്പം തന്റെ മുൻഭാഗത്തിരിക്കുന്ന സഹാബത്തിനെ നോക്കിയിട്ട് റസൂലുള്ളാഹ് കണ്ണുനീരോടെ പറഞ്ഞു, ലാ തജ്അൽ കബരി വസനൈ ഉബദ്. സഹാബത്തെ, ഞാനാണ് മരിക്കുന്നതെങ്കിൽ പോലും എന്റെ കബറിനെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റരുത് ട്ടോ. ഞാനാ മരിക്കുന്നതെങ്കിൽ പോലും എന്റെ കബറിനെ നിങ്ങൾ അങ്ങനെ ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് ട്ടോ. എന്നിട്ടും മതിവരാത്ത തിരുദൂതൻ കണ്ണുനീരോട് ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ കബരി ഈദാ. പടച്ചോനെ, എന്റെ മരണശേഷം ഇവരിന്റെ കബറിനെ ആഘോഷ സ്ഥലമാക്കി മാറ്റുന്നതിൽ നിന്ന് അല്ലാഹുമ്മ, നിന്നോട് ഞാൻ കാവലി ചോദിക്കുന്നു റബ്ബേ. ജൂതനസാറാക്കളും മുൻഗാമികളായ മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചവരും ചെയ്തതുപോലെ ഒരു കബറിന്റെ അരികിൽ പോലും അന്നത്തെ ജനത കയറി ചെന്ന് പ്രാർത്ഥിച്ചതുപോലെ എന്റെ കബറിനെ അങ്ങനെ ഒരു അപമാനത്തിന്റെ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ എന്ന് അവസാനം പ്രാർത്ഥിച്ചിട്ട് റസൂലുള്ള വീണ്ടും പുഞ്ചിരിക്കാൻ തുടങ്ങി. സഹാബത്ത് ചോദിച്ചു, റസൂലേ എന്തിനാ ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, പടച്ച റബ്ബ് നിശ്ചയിച്ച മലക്കുകളെ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ചിട്ട് ആയിഷ ബീവിനോട് പറഞ്ഞു, ആയിഷ അസ്സലാത്ത്, ഞാൻ മരിച്ചാലും അവരോട് നിസ്കാരം ഉപേക്ഷിക്കരുതേ എന്ന് പറയണം. ഞാൻ മരിച്ചാലും എൻ്റെ മയ്യത്ത് നോക്കി നിന്ന് എൻ്റെ അള്ളാഹു പഠിപ്പിച്ചു തന്ന നിസ്കാരത്ത് ഉപേക്ഷിക്കരുത് എന്ന് പറയണം. എന്നിട്ട് സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ ഏൽപ്പിച്ചു തന്ന 23 കൊല്ലത്തെ ജീവിതം അത് അള്ളാഹുവിന്റെ വചനമാ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. 23 കൊല്ലം കൊണ്ട് ഞാൻ നിങ്ങളെ അറിയിച്ചു തന്ന സർവ്വതും എന്റെ റബ്ബ് എനിക്ക് തന്ന വഹിയാ. അതുകൊണ്ട് സഹാബത്തെ, ഫൽയുബല്ലിഗു ഷാഹിദു ലിൽ ഗായിബ്, ഇവിടെ ആരൊക്കെ ഹാജരുണ്ടോ അവരൊക്കെ ഇത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ ഈ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പുറപ്പെട്ടു കൊള്ളട്ടെ. ഇതും പറഞ്ഞ് പെട്ടെന്ന് റസൂലുള്ള ബോധം കിട്ടും. വീണ്ടും സഹാബത്ത് വെള്ളം തെളിക്കും. ഏകദേശം 10-11 മണിയോട് അടുത്തിട്ടുണ്ട് എന്നാ. അള്ളാഹുവിന്റെ തിരുദൂതൻ ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അഇന്നി അലാ സക്കറാത്തിൽ മൗത്ത്. പടച്ചോനെ, മരണത്തിന്റെ വേദന എനിക്കൊന്ന് കുറച്ചു താ റബ്ബേ. മരണത്തിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് റബ്ബേ. സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അന്ന് ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ മരണവേദനയും അല്ലാഹ് നിശ്ചയിച്ച എന്റെ മരണവേദനയും രണ്ടും വല്ലാത്ത വേദനയാണ് എന്ന് ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു പറയുമ്പോ പെട്ടെന്നൊരായത്ത് റസൂലുള്ളാഹ് ആകാശത്തേക്ക് നോക്കി ഓതും, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്വാലിഹീൻ. റബ്ബേ, ഞാൻ നിന്റെ അരികിലേക്ക് വരികയാ. മഅല്ലദീന, നീ എന്നെ കൂടെ കൂട്ടണം. മിനൻ നബിയ്യീന, ഈ ലോകത്തേക്ക് നീ നിയോഗിച്ച സർവ്വ അമ്പിയാക്കളുടെ കൂടെ. വസ്ദിഖീന, സുദ്ദീഖീങ്ങളുടെ കൂടെ. വശുഹദാഇ വസ്വാലിഹീൻ, ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ എന്നെയും കൂടി നീ അന്ന് ചേർക്കണേ റബ്ബേ എന്ന് ആകാശത്തേക്ക് നോക്കി വിരൽ ചൂണ്ടിപ്പിടിച്ച് ആ ആയത്തോതി തീരുമ്പോഴേക്കും വലത്തെ കൈ നിലത്തെ ഈത്തപ്പന ഓലയിലേക്ക് തല്ലി അലച്ചു വീണു. കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, റസൂലുള്ള വഫാത്തായി. ഓടി വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് വാളൂരിയിട്ട് പറഞ്ഞു, ഒരാളും മിണ്ടാൻ പാടില്ല. നൂഹ് നബിയും ഈസാ നബിയും പോയതുപോലെ അള്ളയായിട്ടൊരു സംസാരത്തിന് റബ്ബിന്റെ റസൂല് പോയതാ. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞോന്റെ കയ്യും തലയും ഞാൻ വെട്ടും. തന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന സിദ്ദീഖുൽ അക്ബറിനെ സഹാബത്ത് വേററിയിക്കുമ്പോ ആ തോട്ടത്തിൽ നിന്ന് ഓടിക്കതച്ചു വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാരിപ്പൂടിപ്പിടിച്ച വാളുമായി ഗർജിച്ചു നിൽക്കുന്ന ഉമറിന്റെ അരികിലൂടെ അകത്ത് കയറി ആയിഷ ബീവി തന്റെ മകളുടെ മടിയിൽ കിടക്കുന്ന റസൂലിന്റെ കണ്ണടച്ച് നെറ്റിയിൽ ഉമ്മ വെച്ച് അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു പറഞ്ഞു, ഉമറേ,
ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. നിനക്കറിയില്ലേ ഉമറെ റസൂല് പഠിപ്പിച്ചത്? നീയും മരിക്കും, ഞാനും മരിക്കും, അള്ളാന്റെ ഹബീബും മരിക്കും. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ മാത്രമാണ് ഉമറെ. അള്ളാഹുവിന്റെ റസൂല് അള്ളാന്റെ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഒരു നിമിഷ നേരത്തേക്ക് സഹിക്കാനാവാതെ വിങ്ങിപ്പൊട്ടുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഉമർ, ഇനി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ആ റസൂലിന്റെ കൂടെ ജീവിക്കാൻ പ്രാർത്ഥിക്കാം. ഇതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ നിമിഷം. ആ നിമിഷത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, ചെയ്യരുതേ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ കാര്യം ഇന്ന് നമ്മളെ കേരളക്കരയിൽ പോലും ചെയ്യുന്നുണ്ട് എങ്കിൽ എത്രമാത്രം പ്രവാചക വിരോധവും റസൂലുള്ളാഹിനോട് കാണിക്കുന്ന നെറികേടുമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതന്റെ പേരിൽ നിർമ്മിക്കപ്പെടുന്ന പുതിയ പുതിയ ആചാരങ്ങളിലൂടെ, കെട്ടുകഥകളിലൂടെ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിനെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ റസൂലുള്ളാഹിനെ കുറ്റം പറയിപ്പിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും ഇല്ലാത്ത നിർമ്മിത കഥകൾ വ്യാഖ്യാനിച്ചിട്ടും പലരും ഇന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ കള്ളത്തരങ്ങൾ ഉണ്ടാക്കുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരിക്കലും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഈ അണ്ഡകടാഹത്തിൽ സൃഷ്ടിക്കപ്പെട്ട സർവ്വചരാചരങ്ങളെക്കാൾ, നിങ്ങളുടെ പിതാക്കളെക്കാൾ, നിങ്ങളുടെ മാതാക്കളെക്കാൾ നിങ്ങൾക്ക് ഞാൻ പ്രിയപ്പെട്ടവനാകണം, നിങ്ങൾക്ക് ഞാൻ പ്രിയപ്പെട്ടവനാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ജീവിതത്തിലെ പ്രിയപ്പെട്ടവരായിട്ട് കാണണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആയത്തിറക്കി, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅശീറത്തുക്കും. നബിയേ, തീർച്ചയായും അവരോട് പറയണം, അവരുടെ വാപ്പയേക്കാൾ, അവരുടെ സഹോദരനേക്കാൾ, അവരുടെ മക്കളേക്കാൾ, മറ്റെന്തിനേക്കാൾ, നഷ്ടം സംഭവിക്കുമെന്ന് അവർ ഭയപ്പെടുന്ന സമ്പത്തുകളേക്കാൾ, മാന്ദ്യം നേരിടുമെന്ന് അവർ വിശ്വസിക്കുന്ന അവരുടെ കൃഷിയിടങ്ങളെക്കാൾ, മറ്റെന്തിനേക്കാളും നിങ്ങളോ അവരോട് സ്നേഹിക്കാൻ പറയണം. അതെന്തിനാണെന്നറിയോ? എന്തിനാ അള്ളാഹു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതെന്നറിയോ? നമ്മളെ വാപ്പനെ റസൂലുള്ളാഹിനേക്കാളും വാപ്പനെയാ നമുക്ക് ഇഷ്ടമെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നമ്മൾ തള്ളേണ്ടി വരും. റസൂലുള്ളാഹിനെ നമ്മൾ തള്ളേണ്ടി വരും, ഉറപ്പാ. കാരണം ഇന്ന് വാപ്പാർക്ക് വേണ്ടിയിട്ട് ദീനു മാറ്റുന്ന കുടുംബങ്ങളില്ലേ? അള്ളാന്റെ ഹബീബ് എന്തു പറഞ്ഞോ അതിന്റെ നേരെ എതിര് പ്രവർത്തിക്കണമെങ്കിൽ എന്തു വേണം? റസൂലുള്ളാഹിനെ തള്ളണം, വാപ്പാനെ സ്നേഹിക്കണം. വഅബ്നാഅക്കും, മക്കളെയാണ് റസൂലിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്നതെങ്കിലോ റസൂലുള്ളാഹിനെ നമ്മൾ തള്ളേണ്ടി വരും. എന്തുകൊണ്ടാണ് നമ്മളെ മക്കളെ വസ്ത്രം ഇങ്ങനെ ആയത്? റസൂലുള്ളാഹിനെ നമ്മൾ തള്ളിയതുകൊണ്ട്. എന്തുകൊണ്ടാ സ്ത്രീകളെ വസ്ത്രം, പെൺകുട്ടികളെ വസ്ത്രം ഇങ്ങനെയായി മാറിയത്? റസൂലുള്ളാഹിനേക്കാളും നമുക്ക് മക്കളെ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും, നിങ്ങളൊരു വിശ്വാസിയായി മാറണമെങ്കിൽ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും നിങ്ങളുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ നിങ്ങൾ സ്നേഹിക്കണം. ഇത് ഓതിക്കൊടുത്തിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഉമറേ, നിനക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് ചിരിച്ചിട്ട് തിരിച്ചു പറഞ്ഞു, നബിയെ, ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാ. ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെ. അള്ളാഹുവിന്റെ തിരുദൂതൻ ഒരല്പം ദേഷ്യത്തോടെ പറഞ്ഞു, ഉമർ, ഞാൻ കഴിഞ്ഞാലല്ല, നീ കഴിഞ്ഞിട്ടല്ല, നീ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി, മറ്റെന്തിനേക്കാളും നിനക്കിഷ്ടപ്പെട്ടവൻ ഞാനാകണം ഉമർ. എങ്കിൽ മാത്രമേ താങ്കൾ ഒരു വിശ്വാസിയായി മാറുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലേക്ക് സ്നേഹിക്കേണ്ടത് എങ്ങനെ എന്ന വിഷയത്തിലാണ് ഇന്ന് അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് സ്നേഹിച്ചിട്ടുണ്ട്. ആ റസൂലിന്റെ കൂടെ അവർ ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസം നോക്കിയോ ദിവസം നോക്കിയോ മറ്റൊരാചാരങ്ങളും അവർ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം റസൂലുള്ളാഹിനോടുള്ള മഹബത്തിന്റെ പേരിൽ മക്കയിലോ മദീനയിലോ ഷാമിലോ സിറിയയിലോ ഇസ്ലാം വ്യാപിച്ചിരുന്ന ഏതെങ്കിലും ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഇന്ന് നടത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു ആചാരങ്ങളും ഇല്ല. ഇന്ന് കാട്ടിക്കൂട്ടുന്ന പല പ്രശ്നങ്ങളും റസൂലുള്ളാഹിന്റെ പേരിലേക്ക് അന്ന് സഹാബത്ത് കാട്ടിക്കൂട്ടിയിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, നിന്റെ പേരിൽ നിങ്ങൾ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. നല്ലത് എന്ന് തോന്നുന്ന പലതും ഉണ്ടാവും. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നാളെ ഞാനും നിങ്ങളും ഒക്കെ അള്ളാന്റെ മണ്ണ് കിടക്കേണ്ടതാ. ഈ തണ്ടും തടിയൊക്കെ നശിക്കാൻ പടച്ചോൻ ഒരു സെക്കൻഡ് മതി. തന്റെ അതിരിന്റെ പ്രശ്നം കത്തിൽ എഴുതി വെച്ച്, കടലാസിൽ എഴുതി വെച്ച്, ആ അതിരിനെ പറ്റിയുള്ള കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി കിടന്നുറങ്ങിയവനെ മണ്ണിന്റെ അടിയിലാക്കിയിട്ടുണ്ട് റബ്ബ്.
ഇപ്പോഴും വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും കോന്തി ഒരിയെടുക്കുന്ന JCBയുടെ കൈകാലുകളിൽ, JCBയുടെ കൊട്ടകളിൽ മനുഷ്യന്റെ ശരീരം കണ്ട് വാവിട്ട് കരയുന്ന ഒരു നാടുണ്ട് ചൂരൽമലയിൽ. തോണ്ടിയെടുക്കുമ്പം കിട്ടുന്ന, അല്ലെങ്കിൽ വാരിയെടുക്കുമ്പം കിട്ടുന്ന മണ്ണിന്റെ ഇടയിൽ തുടയല് മാത്രം 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് ചൂരൽമലയിലെ ജമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കേണ്ടി വന്ന ഒരു നാടിന്റെ വേദന അറിഞ്ഞിട്ടുണ്ടോ മനുഷ്യരെ നമ്മൾ? അത്രേ ഉള്ളൂ ഞാനും നിങ്ങളും ഒക്കെ. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഒരായുസ് മുഴുവൻ സമ്പാദിച്ച സമ്പത്തുകൾ മുഴുവനും മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോയ പടച്ച റബ്ബ് ആ ശിക്ഷയുമായി കാത്തിരിക്കുമ്പോ, പരീക്ഷണവുമായി കാത്തിരിക്കുമ്പോ, മിൻഹാ ഹലക്നാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, അല്ലാഹുവിന്റെ ദീനിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോ ഒരൊറ്റ വിചാരമേയുള്ളൂ, നാളെ റബ്ബിന്റെ മഹ്ശറയിൽ അറക്കപ്പടിയിലെ ഓരോരുത്തരെയും പടച്ച റബ്ബ് മുൻനിർത്തി ചോദിക്കുമ്പോ, എന്റെ നേരെ 6-7 കൊല്ലം എടവണ്ണ ജാമിയാന്റെ ദിവ്യയിൽ നിന്നും പഠിച്ചു നേടിയ എന്റെ ഇസ്ലാമിക ബിരുദം കൊണ്ട് നീ അവർക്ക് അറിയിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇക്കണ്ട നാട്ടുകാരുടെ മുൻപിൽ നിന്ന്, കേരളക്കരയുടെ മുൻപിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ പറയും, അല്ലാഹുമ്മ അശ്ഹദ്, റബ്ബേ നീ സാക്ഷിയാ റബ്ബേ, ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നിർമ്മിത കഥകളില്ലാത്ത ഹക്കായ നിലക്ക് ഞാൻ അവരെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, എന്റെ പേരിൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നതോ ഞാൻ പറയാത്തതോ നിങ്ങൾ എഴുതി ചേർത്താൽ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിച്ചിരിക്കുന്നു. കാരണം എന്താ? ഇത് റസൂലുള്ളക്കും അള്ളക്കും തിരിഞ്ഞിട്ടില്ല. ആർക്കാ തിരിഞ്ഞ്? ഹിജ്റ 300 ശേഷമുള്ള കുറച്ച് മനുഷ്യന്മാർക്കാ തിരിഞ്ഞ്. അള്ളാഹുവിന്റെ ഹബീബിനും അത് തിരിഞ്ഞിട്ടില്ല, അള്ളക്കും അത് തിരിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? ഇസ്ലാമിൽ ഒരു കാര്യം വേണമെങ്കിൽ പടച്ച റബ്ബ് തീരുമാനിക്കും. ആ പറഞ്ഞ കാര്യം റസൂലുള്ളാക്ക് സ്വന്തമായിട്ട് തെരഞ്ഞെടുക്കാൻ കഴിവുണ്ടോ? ഇല്ല. അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നത് ആ ദീന്. ഒരിക്കൽ ഹഫ്സ ബീവിന്റെ വീട്ടിൽ, സൈനബ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിൽ നിന്ന് പാലും തേനും കൂടി കൂട്ടിയൊരു മിശ്രിത ഉണ്ടാക്കി സൈനബ റളിയല്ലാഹു തആല. സൈനബ റളിയല്ലാഹു തആല നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഉമ്മയായിരുന്നു എന്നാ. അതുകൊണ്ട് തന്നെ നബി കാത്തിരിക്കും സൈനബാന്റെ വീട്ടിലെത്താൻ. അന്ന് അത് രണ്ടും കുടിച്ച് തിരിച്ച് സഹാബത്തിന്റെ അതല്ലെങ്കിൽ ഭാര്യമാരരികിലെത്തുമ്പോൾ ആയിഷ ബീവിക്ക് ആ മണം അങ്ങോട്ട് ഇഷ്ടമായില്ല. ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, നബി നിങ്ങൾ എന്താ കുടിച്ച്, എന്താ നിങ്ങളൊരു പുതിയ മണം? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, സൈനബ് ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി തന്നു, തേനും പാലും കൂടി മിക്സ് ചെയ്തിട്ടെന്തോ എന്നാ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറഞ്ഞു, നബിയെ ആ മണം എനിക്ക് ഇഷ്ടമായിട്ടില്ല, നിങ്ങൾ ഇനി അത് കുടിക്കരുത് കേട്ടോ, നിങ്ങൾ ഇനി അത് കുടിക്കാൻ പാടില്ല, എനിക്ക് ആ മണം ഇഷ്ടമായിട്ടില്ല. ഉടനെ അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു സഹാബത്തിനോട്, ശരി, തീർച്ചയായും ഇനി ഒരിക്കലും നിങ്ങൾ തേനും പാലും മിക്സ് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു. മണിക്കൂർ വ്യത്യാസത്തിൽ നസലൽ ഇമീനു മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്നു. റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങി, നബിയെ അല്ലാഹ് ഹലാലാക്കിയ ഒരു ഭക്ഷണം ഹറാമാക്കാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്ന്? ആരാ റസൂൽ നിങ്ങൾക്ക് അവകാശം തന്ന്? അല്ലാഹ് ഹലാലാക്കിയ തേനും പാലും ഹറാമാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല നബിയെ, ഇത് അള്ളാന്റെ മതമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് മാപ്പപേക്ഷിച്ചു, പടച്ചോനെ എനിക്ക് പറ്റിപ്പോയി. റസൂലുള്ളാഹി വാക്ക് തിരുത്തി. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരക്ഷരം നമുക്ക് റബ്ബിന്റെ മതത്തിൽ കൂട്ടിച്ചേർക്കാൻ അവകാശമല്ല. ആശൂറ നോമ്പ് നോൽക്കണം, താസുആവും കൂടെ നോൽക്കണം എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഹബീബ് റബീഉൽ അവ്വൽ 1 മുതൽ 15 വരെ നിങ്ങൾ മൗലൂദ് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? അള്ളാഹ് പറഞ്ഞിട്ടില്ല. അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ വിരൽ ചൂണ്ടണമെന്ന് പറഞ്ഞ റബ്ബ് നിങ്ങൾ റബീഉൽ അവ്വൽ 15 വരെ മൗലൂദ് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? റബ്ബിന്റെ വാക്കില്ല. ഇനി അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് അത് സ്വന്തമായിട്ട് പറയാൻ അവകാശമുണ്ടോ? ഇല്ല. സഹാബത്ത് അത് സ്വന്തമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? ഇല്ല. ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത കാലത്ത് സിദ്ദീഖുൽ റളിയല്ലാഹു അൻഹു ഖലീഫയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മരിച്ചിട്ടുണ്ട്. മരണപ്പെട്ട് വഫാത്തായതിനു ശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മദീനത്തെ പള്ളിയിൽ സഹാബാക്കൾ ഒരു പുതിയ ആചാരം കണ്ടു. എന്താ? സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു കല്ലെടുത്ത് വെക്കും, സുബ്ഹാനല്ലാഹ് രണ്ടാമത്തെ കല്ല്, സുബ്ഹാനല്ലാഹ് മൂന്നാമത്തെ കല്ല്. ഈ 33 തവണ സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ 33 കല്ല്. പിന്നെ അത് മാറ്റി അൽഹംദുലില്ലാഹ് പറയുമ്പോൾ 33 കല്ല്. ഈ ഒരു ഏർപ്പാട് മദീനത്തെ പള്ളി കണ്ടപ്പം ഇതൊക്കെ ഏതെങ്കിലും ആൾക്കാരോട് നിങ്ങൾ ചോദിച്ച് ഇതൊക്കെ ഉള്ളതാണോ എന്ന് പഠിക്കണം കേട്ടോ. ഞാൻ ആ നന്മണ്ടെന്ന് വന്ന് ഇവിടെ വന്ന് നിങ്ങളോട് കുറെ വയലറിന് പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇന്നെ വിശ്വസിക്കുകയും വേണ്ട, തൊണ്ട തൊടാതെ വീഴുകയും വേണ്ട. പക്ഷെ ഇത് ഹദീസിലും ഖുർആനിലും ഉണ്ടെങ്കിൽ, ഇനി അങ്ങോട്ട് ഇത് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ആമൻതു, പടച്ച റബ്ബ് സാക്ഷി, അള്ളാഹിന്റെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ ഒരു കാലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതന്റെ വഫാത്തിന് ശേഷം മദീനത്തെ പള്ളിയിൽ ആ ആചാരം കണ്ടപ്പോൾ സഹാബാക്കൾ ഓടി അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നു. അന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ അത്യാവശ്യം തലമുതിർന്ന പ്രായമുള്ളൊരു
നല്ല പണ്ഡിതനാ. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞോട്, അബൂ മൂസ, മദീനത്തെ പള്ളിയിൽ ഒരു പുതിയ ആചാരം എന്തേ? സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ കല്ലെടുത്ത് എണ്ണം പിടിക്കുന്നുണ്ട്. അബൂ മൂസ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് ഓടിക്കതച്ചു വന്ന് കല്ലെടുത്ത് കൂട്ടം കൂട്ടി വെച്ച സഹാബത്തിന് മുൻപിന്ന് കാലുകൊണ്ട് അത് തട്ടിത്തെറിപ്പിച്ചിട്ട് പറഞ്ഞു, അള്ളാന്റെ ഹബീബ് മരിച്ചിട്ട് മണ്ണോട് ചേർന്നിട്ടില്ല, റസൂലുള്ളാന്റെ വസ്ത്രം പോലും നുരുമ്പിയിട്ടില്ല, അള്ളാന്റെ ഹബീബ് കുടിച്ച പാത്രം പോലും പൊട്ടിയിട്ടില്ല. അതിൻ്റെ ഇടക്ക് നിങ്ങൾ പുതിയ ഒരു ആചാരം കൊണ്ടുവന്നോ? റസൂലിന്റെ മതത്തിൽ എഴുന്നേറ്റ് പോയിനടാ മദീനത്തെ പള്ളിയിൽ നിന്ന്. സർവ്വ മനുഷ്യരെയും അബൂ മൂസ റളിയല്ലാഹു അൻഹു എഴുന്നേൽപ്പിച്ച് ഓടിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അതുകൊണ്ടാ ചിലർ പറയാറുണ്ട് സുബ്ഹാനല്ലാഹ് എല്ലുമ്പം ഇപ്പം തസ്ബീഹ് മാലയാ. ഇതെന്താ അതിൻ്റെ ദോഷം എന്നറിയാമോ നിങ്ങൾക്ക്? ദിക്ർ ചെല്ലേണ്ടത് മനസ്സുകൊണ്ടാ. ഞാൻ കൂടെ പറയാ, ദിക്ർ ചെല്ലേണ്ടത് മനസ്സുകൊണ്ടാ. അല്ലാണ്ട് നാവുകൊണ്ട് വെറുതെ ചെല്ലിയ അത് ദിക്റല്ല. ദിക്റിന് കൽബ് കൂടെ ഉണ്ടാവണം. പടച്ചോനെ എന്ന് പറയുമ്പം പടച്ചോൻ മനസ്സിലുണ്ടാവണം. എന്നാൽ ഇന്ന് ദിക്റിന് എന്തേ ഉള്ളൂ? തസ്ബീഹാല, സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ഇടയ്ക്ക് സർവ്വ ചിന്ത വരും, മോളെ ലൈറ്റ് ഓഫ് ആക്ക്, മോളെ ഫാൻ ഓഫ് ആക്ക്. അവസാനം വലിയ മുത്തെത്തുമ്പോൾ സമാധാനമായി 33 ആകുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്ത് ദിക്റിൻ്റെ ഓർമ്മകളാണുള്ളത്? വേറൊന്നും കൂടി അപ്പം വിരളുമല്ലേ, ടിക് സുബ്ഹാനല്ലാഹ്, കിടിക് സുബ്ഹാനല്ലാഹ്. ബസ് ഇറങ്ങുന്ന സമയത്ത് കണ്ടക്ടറോട് ബാക്കിയൊക്കെ വാങ്ങിയിട്ട് ചോദിക്കും, ഇതിപ്പോൾ എത്രയായി? 112 പോയിക്ക്, ഒരു 150 ആക്കിയിടാം. അതിലെന്ത് ഈമാനാണുള്ളത്? ഹൃദയം തുറന്ന് നെഞ്ചു തുറന്ന് പടച്ചോനോട് കൽബിന്റെ സാന്നിധ്യത്തിൽ അള്ളഹാനോട് പറഞ്ഞ അത് കുറവാണെങ്കിലും പടച്ചോൻ അത് മദീന. അതിൻ്റെ അർത്ഥം ദിക്റല്ലുന്നവരൊക്കെ കുറ്റക്കാരെന്നല്ല. പക്ഷേ ഇന്ന് അതിനാ പ്രാധാന്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകെ ഉംറക്ക് പോകുമ്പം വല്യമ്മ എന്താ കൊണ്ടുവരിക? തസ്ബീഹാല. മക്കള് കൈത്തിലിട്ടാ, എൻ്റെ പടച്ചോനെ കൈത്തിലിടാൻ പറ്റൂല. പിന്നെ എന്തിനാപ്പതാ പറ്റുക? ബർക്കത്തിന് കാറിന്റെ മുൻപ് തൂക്കിയിടാൻ പറ്റും. ഇതാരാ പറഞ്ഞത്? നാരങ്ങ വെച്ചിട്ട് കാറിറക്കുന്ന മുസ്ലിമും ഒരു തസ്ബീഹാല വെച്ചിട്ട് കാറിറക്കുന്ന മുസ്ലിമും തമ്മിൽ എന്ത് വ്യത്യാസമാണ് മനുഷ്യരെ ഉള്ളത്? രണ്ടും നമ്മൾ ബർക്കത്ത് ആരെന്നാ പ്രതീക്ഷിക്കുന്നത്? ഒന്ന് നാരങ്ങയെന്നും ഒന്ന് തസ്ബീഹാലയെന്നും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത് കേട്ടോ. ഹക്കായ കാര്യങ്ങൾ ഞങ്ങളെ മുൻപിൽ ഞാൻ പറഞ്ഞിരുന്നത്. നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇത് അറിഞ്ഞൂടായിരുന്നു റബ്ബേ എന്നൊരാൾ പറയാതിരിക്കാൻ. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു. ജീവിച്ചിരിക്കുമ്പോൾ പോലും റസൂലുള്ളാഹി മാറ്റാൻ സമ്മതിച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനെ വിളിച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്തുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക എന്നുള്ളത്. അതിങ്ങനെ ചൊല്ലി അതിൻ്റെ അവസാനം ചൊല്ലുന്നവർക്കറിയാം, ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത വനബിയിക്കല്ലദി അർസൽത എന്ന് പറഞ്ഞിട്ട് ആ ദിക്ർ അവിടെ അവസാനിക്കുന്നത്. ഇത് പഠിപ്പിച്ചെടുത്ത സഹാബിയോട് റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞു, എനിക്കൊന്ന് അതൊന്ന് ദിക്ർ ചൊല്ലിത്താ, ഞാനൊന്ന് കേൾക്കട്ടെ. ആ സഹാബി ഇങ്ങനെ ചെല്ലി അവസാനത്തി ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത വബി നബിയിക്കല്ലദി എന്നുള്ള സ്ഥലത്തെത്തിയപ്പം വബി റസൂലിക്കല്ലദി അർസൽത എന്ന് മാറ്റി ചൊല്ലി. ആ മാറ്റം കണ്ട റസൂലുള്ളാഹി ഹസ്ബുകല്ലാൻ, നിർത്തടോ, ഞാൻ എന്താ നിന്നെ പഠിപ്പിച്ചത്? വബി നബിയിക്ക, നീ എന്താ മാറ്റി വബി റസൂലിക്ക? അള്ളാഹുവിന്റെ ദീനിൽ ആ മാറ്റത്തിന് ആരാ നിനക്ക് അവകാശം തന്ന്? സ്വഹാബി പറഞ്ഞു, നബിയെ, നബി എന്ന വാക്കിനേക്കാൾ റസൂൽ എന്നുള്ള വാക്കാ എനിക്ക് ഭയങ്കര ഇഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല റബ്ബിന്റെ ദീന്. നിങ്ങൾ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതണോ? അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചെന്നതാ. നിങ്ങൾ നമസ്കാരത്തിൽ സുബ്ഹാനക്കല്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ചൊല്ലുന്നുണ്ടോ? റബ്ബ് പഠിപ്പിച്ചെന്നതാ. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കേണ്ടത് എങ്ങനെയാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ എത്തിച്ചു തന്നത് അതങ്ങനെ തന്നെ സ്വീകരിക്കലാണ് മുത്തുനബീന്റെ കൂടെ സ്വർഗത്ത് പോകാനുള്ള മാർഗം. അല്ലാതെ പരലോകത്തിലുമ്പോ അള്ളാഹ് ഒരിക്കലും ചോദിക്കൂല, നിങ്ങൾ ആ മാസം മൊക്കുമുട്ട ഭക്ഷണം കഴിച്ചിനോ, അല്ലെങ്കിൽ നെയ്ച്ചോറും കുറെ പൊത്തർച്ചി ഉണ്ടാക്കിയിരുന്നോ, അല്ലെങ്കിൽ ഇശൽ പരിപാടികൾ നടത്തിയിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ രാവിലെ, ഞാൻ എൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഈ കൂട്ടത്തിലുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. 11:10 ട്രെയിനിന് റോഡ് ബ്ലോക്ക് ആയപ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, റബ്ബേ ഇവര് കാണിച്ചു കൂട്ടുന്നത് എന്താന്ന്. റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി വിടാതെ അവർ പ്രയാസപ്പെടുത്തി ഉണ്ണി മുഹമ്മദിന് പകരം, ഉണ്ണി യേശുവിന് പകരം ഒരു മുഹമ്മദിനെ ഒട്ടകപ്പുറത്തും കൈതപ്പുറത്തും ആനയിച്ച് ദഫ് മുട്ടി റോഡ് ബ്ലോക്കാക്കുമ്പം അള്ളാന്റെ ഹബീബ് എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങൾ ആ വഴി ഒന്ന് എളുപ്പാക്കി കൊടുക്കണട്ടോ. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴി ബ്ലോക്കാക്കിയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നിങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത നിലക്ക് റസൂലിനെ സ്നേഹിക്കേണ്ട. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് ഇഷ്ടമല്ല എന്നല്ല. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിന് പടച്ച റബ്ബ് കൊടുത്ത ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതിലേറ്റവും വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങി റബ്ബിന്റെ ഖുർആൻ മുഅ്ജിസത്തായിട്ട് റസൂലുള്ളാഹിക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്തു എന്നുള്ളത്. അള്ളാഹുവിന്റെ ഹബീബിന് ഒരിക്കലും ഒരു അറബി മനുഷ്യനായിട്ടോ ഒരു അറബി ചെറുപ്പക്കാരനായിട്ടോ
ഒരു സാധാരണ നമ്മളെപ്പോലെയുള്ള മനുഷ്യനായിട്ടോ നമ്മൾ കാണുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹ് കൊടുക്കുന്ന ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, അള്ളാഹ് കൊടുക്കുന്ന വഹിയുണ്ട്. അള്ളാന്റെ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് അള്ളാന്റെ ഹബീബ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ സുന്ദരനായി അള്ളാന്റെ സ്വർഗത്ത് കയറുന്നത് ആരാ? അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ. ആ സ്വർഗത്തിലെത്തുന്ന റസൂലുള്ളാഹ്ക്ക് അള്ളാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി വസീല. ആ വസീല റസൂലുള്ളാഹ്ക്ക് കൊടുക്കണേന്ന് ഓരോ ബാങ്കിന് ശേഷവും റബ്ബിനോട് പറയുന്നവരാ നമ്മൾ. ആത്തി മുഹമ്മദൻ വസീലത്തൻ ഫളീലത്തൻ. എന്താ വസീല? അള്ളാന്റെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവി. ഈ ഭൂമിയിൽ ഒരു ഏറ്റവും വലിയൊരു പദവി ഒരാൾക്കുണ്ട്. നിങ്ങളൊന്ന് മനസ്സ് സങ്കല്പിച്ചു നോക്കൂ. ഈ ഭൂമിയിലുള്ള സർവ്വ രാജ്യങ്ങളുടേക്കും ഒരു പദവി ഒരാൾക്കുണ്ട്. ആ പദവിയെപ്പോലെ അള്ളാന്റെ സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവി അള്ളാന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക. അള്ളാഹു സിദ്ദീഖാക്കി, നബിയാക്കി, അള്ളാഹു ഉലുൽ അസ്മിൽ രേഖപ്പെടുത്തി. ദൃഢമനസ്കരായ അമ്പിയാക്കളിൽ റസൂലുള്ളാന്റെ ശരീര സൗന്ദര്യം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാന്റെ മുടിക്ക് സഹാബത്ത് ബർക്കത്തെടുത്തിട്ടുണ്ട്. പക്ഷേ മരിച്ച റസൂലുള്ളാന്റെ മുടിയെടുത്ത് ബർക്കത്തിന്റെ വെള്ളം അന്ന് മക്കയിലും കൊടുത്തിട്ടില്ല, ലോകത്തിന്റെ നാനാഭാഗത്ത് സഹാബത്ത് കൊടുത്തിട്ടില്ല. അതൊരു ബർക്കത്തിൻ്റെതായിരുന്നുവെങ്കിൽ അള്ളാന്റെ ഹബീബ് വഫാത്തായി കിടക്കുമ്പം സഹാബത്ത് ആദ്യം പറിച്ചുകൊണ്ടേണ്ടത് എന്താ? റസൂലുള്ളാന്റെ മുടിയല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാന്റെ കയ്യിലൂടെ 100 കണക്കിന് സഹാബാക്കൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം 150 സഹാബാക്കൾ ഒതുവെടുത്തു. അതേ അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് മദീനത്ത് വരൾച്ച വന്നു. റസൂലുള്ള എന്താ പറഞ്ഞത്? നമ്മളെ ആ കറാമത്തിന്റെ പാട്ടങ്ങെടുത്തോ, നമുക്ക് എല്ലാവർക്കും വെള്ളം ഉണ്ടാക്കാന്നല്ല, എല്ലാവരും മദീനയിലെ മണലിലേക്ക് ഇറങ്ങണം, പടച്ചോനോട് മയക്കു വേണ്ടി നിസ്കരിക്കണം. അതിനർത്ഥം റസൂലുള്ളാനെ ചെറുതായി കണ്ടു എന്നല്ല. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത പവിത്രതകളും റസൂലുള്ളാഹ്ക്ക് അള്ളാഹ് അനുവദിച്ചു കൊടുത്തതും എല്ലാം ആമൻതു, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിനർത്ഥം ഇന്ന് ചിലർ കാട്ടിക്കൂട്ടുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആകർഷിക്കപ്പെടേണ്ടത് റബീഉൽ അവ്വലിലെ ഒരു മാസം മാത്രമല്ല. മുത്തുനബീന്റെ കൂടെ സ്വർഗത്തിലെത്തണോ, ജീവിതത്തിൽ മുഴുവൻ സമയത്തും റസൂലുള്ളാന്റെ കൂടെ ഉണ്ടാവണം. ഈ 12 ദിവസമോ അല്ലെങ്കിൽ ഈ ഒരു 15 ദിവസമോ ഈ ഒരു 12-ാം തീയതി മാത്രമോ അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവൻ യഥാർത്ഥത്തിൽ കപടവിശ്വാസിയാ. മറിച്ച് അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കേണ്ടത് തൻ്റെ മരണം തേടിയെത്തുന്ന സെക്കൻഡ് വരെ ഓരോ രംഗത്തും റസൂലുള്ളാഹിനെ നിങ്ങൾ നോക്കൂ. എല്ലാ രംഗത്തും ആ നിലപാടും ആ സന്ദേശവുമാണ് നബീന്റെ കൂടെ ജീവിക്കാനുള്ള ക്വാളിറ്റി. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു സ്വാമിജി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, ഞാൻ എൻ്റെ ആശ്രമത്തിൽ പലതും ഞാൻ നിയന്ത്രിച്ചു, പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഭക്ഷണ രംഗത്ത് ഞാൻ കൊണ്ടുവന്ന നിർദ്ദേശങ്ങളാണ്. ആ ഭക്ഷണ രംഗത്ത് ഞാൻ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയത് മുഹമ്മദ് എന്ന ആചാര്യനിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഋഗ്വേദം നോക്കി, സാമവേദ ഗ്രന്ഥങ്ങൾ നോക്കി, ഉപനിഷത്തുകൾ നോക്കി, രാമായണം നോക്കി, ഞാൻ എൻ്റെ എല്ലാ ഗീതയും നോക്കി. പക്ഷെ അതിലൊന്നും ഭക്ഷണ മര്യാദകളെപ്പറ്റി സംസാരിക്കുന്ന ഒരു വരി പോലും ഇല്ലായിരുന്നു. ഞാൻ നേരെ മുഹമ്മദിന്റെ ചരിത്രമൊന്ന് പരിശോധിച്ചു. മുഹമ്മദ് പറയുന്നു, ഭക്ഷണം നിങ്ങൾ അന്യായമായി കളയരുത്. നിങ്ങൾ കളയുന്ന ഒരു വറ്റ് മറ്റൊരുത്തന്റെ പട്ടിണിയാണെന്നും ആ വറ്റ് നശിപ്പിക്കുമ്പോൾ നാളെ ദൈവത്തിന്റെ കോടതിയിൽ മറ്റൊരുത്തന്റെ ഭക്ഷണം തടഞ്ഞവരാണ് നിങ്ങളൊന്നും ആ ചരിത്രത്തിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ലോകത്തെ ഏറ്റവും നല്ല ജീവിതത്തിന്റെ സന്ദേശം മുഹമ്മദ് നബീൻ്റെതാണ്. അമുസ്ലിമീങ്ങൾ പോലും റസൂലുള്ളാഹിനെ സ്നേഹിച്ചത് ആ സന്ദേശം കണ്ടിട്ടാ, ആ ജീവിത ശൈലി കണ്ടിട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഓരോ രംഗത്തുള്ള സന്ദേശം നോക്കൂ നിങ്ങൾ. സാമ്പത്തിക രംഗത്തുള്ള ഇസ്ലാമിക നയം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ലോകത്തുള്ള സാമ്പത്തിക നയം കൊണ്ടുവന്നത് പരിശുദ്ധ ഇസ്ലാമാ. പലിശയെ അങ്ങേയറ്റം വെറുക്കുകയും ഒരിക്കലും നിങ്ങൾ പലിശയെ സമീപിക്കരുത് എന്നും, നിങ്ങളൊരാൾക്ക് ഉപകാരം ചെയ്യുന്ന വലിയ വട്ടപാത്രത്തിന്റെ കൂടെ ചെറിയ പാത്രത്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും ആ പാത്രം നിങ്ങൾക്ക് ഹലാലല്ലെന്നും, ആ പലിശ വാങ്ങുന്നവൻ, എഴുതുന്നവൻ, രേഖപ്പെടുത്തുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീയാണ് വയറിൽ നിറയ്ക്കുന്നതെന്നും ഈ ലോകത്തെ പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും നല്ല സാമ്പത്തിക നയത്തിന്റെ സൃഷ്ടാവ് ഹബീബാന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ. ഒരു ഭാഗത്ത് പലിശ അള്ളാഹുവിന്റെ ഹബീബ് നിരുത്സാഹപ്പെടുത്തി, ചെയ്യരുതേ എന്ന് പറഞ്ഞു. ഈ ലോകത്തെ വൻ പാപങ്ങളിലൊന്ന് നിങ്ങൾ പലിശ വാങ്ങി തിന്നലാണെന്ന് ബോധ്യപ്പെടുത്തി. എന്താ ഈ പലിശയും സക്കാത്തും തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ നിങ്ങൾക്ക്? സക്കാത്തിന്റെ നേരെ എതിർ ഓപ്പോസിറ്റ് ആണ് പലിശ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് പോകുന്നതിനാണ് സക്കാത്ത് എന്ന് പറയാം.
അത് അള്ളാഹ് അനുവദിച്ചു കൊടുത്തതാണ്. അത് സാധുക്കളും കൂടി സ്വീകരിക്കപ്പെടും, അവരും കൂടി രക്ഷപ്പെടും. ഇനി എന്താ പലിശ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളവൻ പിടിച്ചെടുക്കുന്നത്. രണ്ടും ഒന്നിന്റെ മറുവാക. ഒന്ന് കണ്ണീരിൻ്റെതാണ്, ഒന്ന് സ്നേഹത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് പലിശയിലേക്ക് നിങ്ങൾ പോകല്ലേ. ഹലാലല്ലാത്ത ഒരു രൂപ നിങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ 40 ദിവസത്തിൻ്റെ ഇടക്ക് മരിച്ചാൽ പോലും നിങ്ങൾ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടില്ല എന്നും, അതിനേക്കാൾ ഏറെ നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ഹറാമ് തിരുത്താത്ത, ശരീരത്തിൽ നിന്ന് പോവാത്ത കാലത്തോളം നിങ്ങൾക്കൊരിക്കലും പടച്ചറബിന്റെ കോടതിയിൽ സമാധാനം കിട്ടില്ലെന്നും ലോകത്തെ പഠിപ്പിച്ച ഒരു സാമ്പത്തിക നയം അള്ളാഹുവിന്റെ ഹബീബിന്റെ സാമ്പത്തിക നയ. ഒരു ഭാഗത്ത് പലിശ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഊഹക്കച്ചവടം ചെയ്യാൻ പാടില്ല. ഊഹക്കച്ചവടം ചെയ്യാൻ പാടില്ല. ആൾക്കാർക്ക് അത് തിരിഞ്ഞിട്ടില്ലായിരുന്നു എന്താ ഊഹക്കച്ചവടം എന്ന്. ഇപ്പൊ തിരിഞ്ഞല്ലോ. എന്താ ഊഹക്കച്ചവടം? ഓരോരുത്തരും ഇന്ന് കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് ആളെ പറ്റിക്കാൻ ഇറങ്ങുക. സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ ഒരൊറ്റ ഫോട്ടോ, ഏതെങ്കിലും ഒരു ബെൻസ് കാറിന്റെ മുൻപിൽ ഒരു സോട്ടും ക്യൂട്ടും ഇട്ടിട്ട് പറയും പൊരയിലെ പെണ്ണുങ്ങളെ വരെ സ്വാധീനിക്കുന്നുണ്ട്. വീട്ടിലിരുന്നും പെണ്ണുങ്ങൾക്ക് മാസം 50,000 സമ്പാദിക്കാം. പെണ്ണുങ്ങൾ അങ്ങോട്ട് വിൽക്കുക. എന്താ അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി? നിങ്ങൾ ആദ്യം 10,000 ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ടോ ശേഷം നിങ്ങളെ വലതുഭാഗത്ത് മണി ചെയിൻ പോലെ നിങ്ങൾ പിരമിഡുകൾ ഉണ്ടാക്കണം. നിങ്ങൾ 5 ആളെ ചേർത്താൽ ആ 5 ആളെ ചേർത്തതിന്റെ കൂലി നിങ്ങളെ കൂട്ടത്തിലേക്ക് വരും. പറഞ്ഞാൽ ഞാൻ അതിന്റെ കൂടെ ചേർന്നു, ഞാൻ എൻ്റെ വാപ്പ, എളാപ്പ, മൂത്താപ്പ, അമ്മാവൻ, അമ്മായി എല്ലാവരും ഇതിൽ ചേർത്തു. വലത് ഇടത് 5 ആളെ ചേർത്തു. ഭാര്യ വീട്ടുകാരാ, മൂപ്പര ബാക്കിയുള്ള പിയ്യാപ്പിളാരാ എല്ലാവരെയും കൂട്ടി. ഞാൻ അവർക്ക് കൊടുത്തൊരു വാഗ്ദാനം എന്താ? നിങ്ങൾ 50,000 ഇട്ട മാസം നിങ്ങൾക്ക് ഞാൻ 2,000 തരും. ഇത് എനിക്ക് ഇടുന്ന കിട്ടി എനിക്കൊരു ഉറപ്പില്ല. എനിക്കൊന്നും തരും എന്നുള്ളൊരു ഊഹേ ഉള്ളൂ. എനിക്ക് ഞാൻ ഇടുന്നിടത്തുനിന്ന് തരും എന്നുള്ളൊരു ഊഹം. അവസാനം ഇതല്ലാണ്ട് ഓലെല്ലാവരും കൊണ്ട് ചുട്ടു. ഞാനിത് പറയുന്നത് മുസ്ലിങ്ങളെ കുടുംബത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. എത്ര മനുഷ്യന്മാരാ ഹക്കല്ലാത്ത മുതലുകൊണ്ട് തിന്ന് ജീവിക്കുന്നതെന്നാ. ഇതുപോലെ നെറ്റ് മാർക്കറ്റിങ്ങളിലും അല്ലാത്ത സ്ഥലത്തും പൈസ കൊണ്ടിട്ടിട്ട് ആരും അറിയാണ്ട് ഇത് പൊളിയുമ്പോഴാ മട്ടിൽ എല്ലാവരും അറിയാം. കാരണം എന്താ? ഓൻ്റെ മുഖം ഇങ്ങോട്ടൊരു കാർമേകാവും. പള്ളിയിൽ വന്ന് ഉസ്താദിന്റെ കൈയടിച്ചിട്ട് പറയണം, ഉസ്താദ് ദ്വാരിക്കണം, എന്തേ മനസ്സിനൊരു സമാധാനമല്ല. എന്താ? പൈസ കൊണ്ട് മുങ്ങി. ഇത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മൗലവിമാരോട് ചോദിച്ചിരുന്നു ഇത് ഹക്കോ ബാത്തിലോന്ന്. ആ സമയത്ത് ചോദിച്ചാൽ മൗലവി പറയുന്നത് അത് ശരിയല്ല. അതുകൊണ്ട് അന്ന് മൂപ്പരോട് ചോദിക്കില്ല. കുണ്ടിട്ട് പൈസ പോയി എന്ന് കാണുമ്പം കാണാൻ ചിലർ മൗലവിമാരോട് ദ്വാരക്കാൻ, കുടുംബത്തിൽ സ്വൈര്യം കിട്ടാൻ, സമാധാനം കിട്ടാനൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഇനി അവസാനം ഇത് പൊളിഞ്ഞു. എൻ്റെ മൂത്താപ്പ, എളാപ്പ, അമ്മോൻ, അമ്മായി എൻ്റെ നേരെ വാളുമായിട്ട് ഞാൻ എങ്ങോട്ടാ പോവുക? ഇന്നൊരാളൊരു ഊഹത്തിൻ്റെ പേരിൽ 10 ആളെ ഞാൻ പറ്റിച്ചു. എനിക്കാകെ പോകാനുള്ള ഒരുത്തൻ്റെ അടുത്തേക്കാ. എന്നോ മുങ്ങി. ഞാൻ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് വാഗ്ദാനം ചെയ്ത്? ഇന്ത്യയിലൊരു കച്ചവടമല്ല, ഇന്ത്യയിലൊരു സ്ഥാപനമല്ല, ഇന്ത്യയിലൊരു ബിസിനസ് ഇല്ല. പിന്നെ ഞാൻ എന്തേ പറഞ്ഞത്? 10 ഇട്ടാ എനിക്ക് മാസം 10 ഇട്ടു. ഊഹക്കച്ചവടം വ്യാപിച്ചപ്പോൾ എത്ര കുടുംബങ്ങളെ മുതൽ പോയി. എത്ര ആളിപ്പം സങ്കടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഇസ്ലാമിലെ സാമ്പത്തിക നയം, മനുഷ്യരെ, ഒരാളെ ശരീരം വയർക്കാതെ കിട്ടുന്നതൊന്നും നിങ്ങൾക്ക് ഹലാലാവൂല. അത് ഇന്ന് കിട്ടിയ നാളെ പടച്ചോൻ വേറെ വൈക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സമ്പാദിച്ചു വെച്ചോളൂ ഇഷ്ടം പോലെ ആളെ പറ്റിച്ചിട്ട്. ഇതെല്ലാം നിനക്ക് ഹോസ്പിറ്റലിൽ കൊടുത്താലും തീരാത്തത്ര ഒരു വേദനയിലേക്ക് പടച്ചോൻ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അത് അള്ളാന്റെ കൗല, അള്ളാന്റെ ഹബീബിന്റെ കൗലാണ്. ഇമാം തുബറാനി അടക്കം പറഞ്ഞിട്ടുണ്ട്, സമ്പാദിക്കുന്നവർ ഹറാമ് സമ്പാദിക്കട്ടെ, നിങ്ങളതിൽ വേവലാതിപ്പെടണ്ട. സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും കണ്ണുനീരോടെ ചെലവാക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളവനെ എത്തിച്ചിട്ടല്ലാതെ ഈ മണ്ണിന്റെ മുന്നിൽ നിന്ന് പടച്ചോൻ ഒരാളെയും തിരിച്ചു വിളിക്കൂല. ഇസ്ലാമിലെ സാമ്പത്തിക നയം അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച. സുബഹി നിസ്കരിച്ച് എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഹാബി പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പം റസൂല് ചോദിച്ചില്ലേ, എങ്ങോട്ടാണോ ദിക്റൊന്നും ചെല്ലാതെ? റസൂലെ, മക്കള് പട്ടിണിയാ. അതിന് അയൽപ്പക്കക്കാരൻ്റെ ഈത്തപ്പഴം കൊലച്ച് വീണിട്ടുണ്ട് നബി എൻ്റെ പറമ്പക്ക്, അതെടുത്തിട്ട് എനിക്ക് ഓൻ്റെ പറമ്പക്ക് ഇടണം. എൻ്റെ മക്കൾ എഴുന്നേറ്റാൽ അവരത് തിന്നുകളയും. ഇസ്ലാമിൻ്റെ സാമ്പത്തിക രംഗത്തുള്ള സൂക്ഷ്മതയാ. റസൂലിൻ്റെ കൂടെ ജീവിക്കണോ? ഒരു ഉറുപ്പ്യ ഹക്കല്ലാത്ത മേലുണ്ടാവരുത്, ഒരു ഉറുപ്പ്യ ശരീരത്തിലുണ്ടാവരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആൾക്കാരെ പറ്റിക്കാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളായി സാമ്പത്തിക രംഗത്തുള്ളതൊക്കെ. ഞാൻ പറയാറുണ്ട്, ചാരിറ്റി വരെ, ജനസേവനം വരെ ഇന്ന് ആൾക്കാർക്ക് പറ്റിക്കാനുള്ള മാർഗ പല രംഗത്തും. ഞാൻ അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല. സാമ്പത്തിക രംഗത്തുള്ള നയം. ഇനി കുടുംബരംഗത്ത് നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൻ്റെ നിലപാടും സന്ദേശവും. സ്വന്തം മാതാപിതാക്കളുടെ കണ്ണീരാക്കിയവൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് എത്തില്ല. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ പരക്കം പാഞ്ഞ് ഓടുക സർവ്വപൊരയിലെ മക്കളും. നിസ്കാരമൊക്കെ പെണ്ണുങ്ങളും പെൺകുട്ടികളോടും മരിയക്കളോടും കൂടിയാണ് പറയണത്. നിസ്കാരമൊക്കെ അല്ലേ? ഈ ഇരിക്കുന്ന ഓരോ മക്കളോടും ഞാൻ ചോദിക്കുക, നിസ്കരിക്കലില്ലേ? ഉണ്ട്. നോമ്പ് വെൽക്കലില്ലേ? ഉണ്ട്. ഖുർആൻ ഓതലില്ലേ? ഉണ്ട്. 10 100 ആർക്കെങ്കിലും കൊടുക്കലില്ലേ? ഉണ്ട്. സ്വന്തം ബാപ്പൻ്റെയും ഉമ്മൻ്റെയും മനസ്സിലൊരു സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ?
അത് അനിയനെ ഏൽപ്പിച്ചതാ, അത് അനിയന്റെ ഭാര്യനെ ഏൽപ്പിച്ചതാ. പടച്ച റബ്ബിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന നിങ്ങൾ അള്ളാന്റെ സ്വർഗം കാണണേ, നിങ്ങളമ്മൻ്റെയും വാപ്പൻ്റെയും കാലിൻ്റെ ചോട്ടിലേക്ക് നോക്കണമെന്നാ ഇസ്ലാമിൻ്റെ നിലപാടാണ്. ഇസ്ലാമിൻ്റെ കുടുംബരംഗത്തുള്ള നിലപാട്. ആ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ലോകമൊട്ടുക്കും റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പരക്കം പായുന്നവന് സ്വന്തം വീട്ടിന്റെ 4 ചുമരിന്റെ ഉള്ളിലുള്ള ഒരു വാപ്പനെയും ഇമ്മനെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? പിന്നെന്തിനാണ് 80,000 1 ലക്ഷവും കൊടുത്തിട്ട് നിങ്ങൾ അള്ളാന്റെ മണ്ണിക്ക് ചെല്ലുന്നത് എന്ന് ചോദിച്ച മതമാണ് തിരുദൂതന്റെ മതം. ഇസ്ലാമിലെ കുടുംബരംഗത്തുള്ള ഇസ്ലാമിന്റെ നിലപാട്, ആ കുടുംബരംഗത്ത് ഇസ്ലാം കാണിക്കുന്ന പവിത്രതകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ഭാര്യാഭർത്തൃ ബന്ധം, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാനിത് പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുത്തുനബീന്റെ കൂടെ ജീവിക്കുമ്പോൾ മുത്തുനബി കാണിച്ചു തന്ന ആ നിലപാടും സന്ദേശവും ആ നമ്മുടെ ജീവിതത്തിൽ വരണ്ട്. അല്ലാതെ മുത്തുനബീന്റെ കൂട്ടത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി എന്തെങ്കിലും കാണിച്ചു കൂട്ടലല്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? സ്വന്തം ഭാര്യയോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവൻ. ഞാൻ പറയാറുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ റസൂലുള്ള കല്യാണം കഴിച്ചത് 12ഓളം ഭാര്യമാരെയാ. മരിക്കുന്ന സമയത്ത് നിലവിലുള്ള ഭാര്യമാർ റസൂലിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നബിയേ ഇനിയൊരു ജീവിതമുണ്ട്, അത് നിങ്ങളെ മണവാട്ടിയായിട്ട് ഞങ്ങളെ തെരഞ്ഞെടുക്കണം കേട്ടോ എന്ന്. അത് കേട്ടിട്ട് അള്ളാന്റെ ഹബീബ് മരിക്കുന്നത്. ആ ഭർത്താവിന്റെ മനസ്സിന്റെ ഒരു സമാധാനങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി നമുക്ക് 12 ഒന്നുമില്ല, 1 ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് പുരേ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കിയാണ്ടി, അല്ലേ അടുത്ത ജന്മത്തിലും ഇപ്പം എൻ്റെ അപ്പരം പഠിച്ചോൻ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഒന്നെങ്കിൽ ഓട് പറയാ, എന്നാ പിന്നെ എനിക്ക് അത് വേണ്ടാന്ന് വെക്കേണ്ടി വരും, അല്ലെ ഓപ്പര് പറയാ എൻ്റെ അപ്പരം ഇനിയോ എന്ന് പറഞ്ഞാൽ 1 ഉള്ളൂ. 12 ഉണ്ടായിട്ട് റസൂലുള്ളാനെ മതി എന്ന് പറയുന്ന ഭാര്യമാരും 1 ഉണ്ടായിട്ട് എന്താക്കാനാ മക്കളായി പോയില്ലേ പിന്നെ അങ്ങനെ പോകുക തന്നെ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. റസൂലുള്ളാന്റെ സ്നേഹം പറഞ്ഞിട്ട് 12 പള്ളിയിൽ പോയി 150 തവണ മൗലൂദ് ചൊല്ലിയിട്ട് എന്താ കാര്യം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്നേഹിക്കേണ്ടത് ആ നിലപാട് അംഗീകരിച്ചുണ്ട്. ഭാര്യമാരിൽ ഏറ്റവും നല്ലവളാരാ? ചില നാട്ടുകാരൊക്കെ പെണ്ണുങ്ങളെ നോക്കിയിട്ട് പറയും അവൻ്റെ ഭാഗ്യം അവളെ കിട്ടിയത്, കാണാനും തിരക്കേടില്ല, നല്ലോണം വെളുത്തിട്ടുമാണ്, അത്യാവശ്യം നല്ലോണം പണ്ടും ഉണ്ട്, വാപ്പക്കൊക്കെ ഗൾഫിലും നാട്ടിലൊക്കെ നല്ല ബിസിനസ്സും ഉണ്ട്. പക്ഷെ ഓൻ പറയും സുബ്ഹാനല്ലാഹ് അതിൻ്റെ വാ തുറന്ന് അങ്ങ് അതിനെ അറിയാഞ്ഞിട്ടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിനി എത്ര നിങ്ങൾ ഇബാദത്ത് ചെയ്താലും ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം പുരയിലുള്ള ആണിൻ്റെ മനസമാധാനമാണ്. നിങ്ങളെ ഓർക്കുമ്പോൾ സമാധാനിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കിട്ടിയതൊരു സൗഭാഗ്യാന്നോ പടച്ചോനോട് പറയുന്നുണ്ടെങ്കിൽ അഭിമാനിച്ചോളിമാരെ, നിങ്ങൾ പുണ്യം ചെയ്തമ്മാരാ ഭാര്യമാരാ. അതിന് പകരം ഇന്നെന്താ നടക്കല്? നാട്ടിലെല്ലാ ഖുർആൻ ക്ലാസ്സിന് പോകും, പിയാപ്ലാനിട്ട് നോക്കിയില്ല. ഞാനൊക്കെ ഷാദുലിപ്പള്ളി കോഴിക്കോട് സിറ്റിയിൽ ഞാൻ സ്കൂൾ അധ്യാപകനാണ്, MMI സ്കൂള്, അതിൻ്റെ തൊട്ട് മുൻപിലാണ് ഖുത്ബയും പറയൽ. അപ്പം ഞാൻ ഖുത്ബ പറയാൻ നേരത്തൊക്കെ ചിലർ കൈ പിടിച്ചിട്ട് പറയും, മൗലവി നിങ്ങളെ പെണ്ണുങ്ങളോടൊക്കെ പ്രസംഗിക്കുമ്പോൾ പിയാപ്പിളാരെ നല്ലോണം നോക്കാൻ പറയണം കേട്ടോ. ഞാൻ ചോദിക്കും അതെന്താ അപ്പം അങ്ങനെ? അല്ല, പെണ്ണുങ്ങൾക്ക് ദീന് കുറവായിട്ടൊന്നും അല്ല. ഓള് തിങ്കളാഴ്ച മറ്റേ ബഷീർ മൗലവിൻ്റെ ക്ലാസ്സിന് പോലുണ്ട്, ചൊവ്വാഴ്ച ഇക്രയിലെ ക്ലാസ്സിന് പോലുണ്ട്, ബുധനാഴ്ച മറ്റേ മൗലവിൻ്റെ ക്ലാസ്സിൽ, വ്യാഴാഴ്ച MGMൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനും കുളിപ്പിക്കാനൊക്കെ പോലുണ്ട്. എന്താ ഇപ്പം പ്രശ്നം? അല്ല, ഓളിങ്ങനെ പോകുമ്പോൾ എനിക്കൊരിറക്ക് വെള്ളം കിട്ടണേ ഹോട്ടലിൽ തന്നെ പോകണം. അങ്ങനത്തെ ഒരു ദീനില്ല, അങ്ങനത്തെ ഒരു ദീനില്ല. അവനാൻ്റെ പിയാപ്പിളിൻ്റെ മനസ്സും കൽബും നിറച്ച് അയാൾ പറയാ അങ്ങ് സുന്നത്ത് നോമ്പ് നോൽക്കണ്ട, നോൽക്കരുത്. അയാൾ പറയാ പകല് ഞാൻ ഇവിടെ ഉണ്ടാകും, നീ എന്നോട് ചേർന്ന് നിന്ന് ജീവിക്കണം. ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരത മനുഷ്യരെ, ഒരു പെണ്ണിന് ആണിൻ്റെ കൂടെ സമാധാനം കിട്ടൂ, ഒരാണിന് പെണ്ണിൻ്റെ കൂടെ സമാധാനം കിട്ടൂ. ആരാൻ്റെ പെണ്ണുങ്ങളല്ല, ആരാൻ്റെ പെണ്ണുങ്ങളെപ്പരെ സമാധാനമല്ല, അത് ബേജാറാ. അവനാൻ്റെ പെണ്ണുങ്ങളെപ്പരെ എന്ത് സമാധാനാന്നറിയോ? പട്ടിണിയാണെങ്കിലും ഒരാണിന് ജയിക്കാൻ പറ്റുന്നത് മഹർ കൊടുത്ത് പടച്ചോന്റെ മുൻപൊന്ന് കൂട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണിനെയാണ്. ഒരു പെണ്ണിന് മനസ്സമാധാനത്തോടെ മരിക്കാൻ പറ്റുക മഹർ തന്ന് കൈപിടിച്ചുണ്ടോ നിങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടാക്കി തന്ന നിങ്ങൾ ആണിൻ്റെ തൃപ്തിയിലാണ്. ഇത് രണ്ടും നേടാതെ കുറെ ഖുർആനും ഓതി നാട്ടിലെ സർവ്വ ക്ലാസ്സിനും പോയിട്ടും മരിച്ചു ആ നേരത്ത് നിങ്ങൾക്ക് ആ തൃപ്തി കിട്ടിയിട്ടില്ലേ? അള്ളാന്റെ ഹബീബ് പറയാ, ഇസ്ലാമിലെ കുടുംബത്തിന്റെ നിലപാടെന്താ? ആണിനെ തൃപ്തിപ്പെട്ട പെണ്ണും പെണ്ണിനെ തൃപ്തിപ്പെട്ട ആണും ആവണം. ഇസ്ലാമിൻ്റെ കുടുംബരംഗത്തുള്ള ശൈലിയാണത്. പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നവര്, തമ്മിൽ യോഗ്യമില്ലാത്തവര് മരിച്ച് മയ്യത്തുണ്ടച്ചിട്ട് 1000 നിസ്കരിക്കാൻ വന്നാലും ഒരിക്കലും രക്ഷപ്പെടൂല എന്ന് പറഞ്ഞൊരു മതം വേറെ ഏത് മതാ മനുഷ്യരെ ഇത് പറഞ്ഞ്? അള്ളാന്റെ ഈ ദുനിയാവിൽ പണ്ട് കുഞ്ചമ്മൻ നബിയാർ പറഞ്ഞ പോലെ, കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും പിന്നെ മദ്യം ഇങ്ങനെ കാണുന്ന നേരത്ത് എന്തിനു നാം വൃഥാ മുഷിഞ്ഞിരിപ്പൂ. ഒരുമിച്ചാണോ വന്ന്? അല്ല. ഒരുമിച്ചാണോ പോവുക? അല്ല.
പിന്നെ ഈ ഇടയ്ക്കുള്ള 10-60 കൊല്ലം എന്തിനാ മനുഷ്യരെ ഈ വാശി? എന്തിനാ ഈ പക? ഈ പകയും വാശിയും പൈസയും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ മരിക്കൂലായിരുന്നെങ്കിൽ കാണിക്കായിരുന്നു. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും ലോകം വെട്ടിപ്പിടിച്ച് ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും കൈക്കീലിട്ട് അവസാനം 34-ാമത്തെ വയസ്സിൽ ഒരു ചെറിയ അസുഖം ബാധിച്ച് മരിച്ചുപോയത് അലക്സാണ്ടർ ചക്രവർത്തി. അന്ന് അദ്ദേഹം പറഞ്ഞത് ലോകം കാൽക്കീലാക്കാൻ മത്സരിച്ചോടി പല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി അവസാനം മരിക്കുന്നത് 34-ാമത്തെ വയസ്സിൽ ഒരു ചെറിയ സൂക്കേട് വന്നിട്ടാ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കുടുംബമായിട്ടുള്ള പിണക്കും തമ്മിലടിയും അലോഗ്യവും ഇതൊന്നും മണ്ണിലേക്ക് നീക്കി വെക്കരുത്. ചിലർ പറയാറുണ്ട് അറക്കപ്പടിയിൽ അങ്ങനത്തെ ഒരു മയ്യത്തുസ്കാരം കണ്ടില്ല, നന്മണ്ട് അങ്ങനെ ഒരു മയ്യത്തുസ്കാരം കണ്ടില്ല എന്ന്. ആളെ കൂട്ടി നിസ്കരിക്കലൊന്നും വലിയ ഹൈറായിട്ട് കാണണ്ട. നമ്മളെ സ്വഭാവം കൊണ്ട് നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്താ നമ്മളെ മയ്യത്തുസ്കാരവും നമുക്കുള്ള നല്ല വാക്കും ഒക്കെ. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്താണോ നിങ്ങളെ സ്വത്താണോ? സഹാബത്തിനോട് റസൂൽ ആ ചോദ്യം ചോദിച്ചപ്പോൾ സഹാബത്തിനോട് നബിയെ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്ത്, അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കൊടുത്തു പോകേണ്ടതല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനോടല്ലേ ഇഷ്ടം നബിയെ. എനിക്ക് അവിടെ 10 സെന്റ് ഉണ്ട്, ഇവിടെ ഒരു മുറി പീടിയുണ്ട്, അവിടെ ഒരു ചെറിയ പുരണ്ട്, ഇവിടെ ഒരു 10 സെന്റ് ഉണ്ട്, അതല്ലേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട്. അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന സ്വത്ത് അനന്തര സ്വത്ത് എന്താണെന്നറിയോ? നിങ്ങൾ മരിച്ചാലും നിങ്ങളെ മരണവാർത്ത കേൾക്കുമ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയാ. അൻസാർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ പടച്ചോനെ നല്ലൊരുത്തനായിനല്ലോ എന്ന് സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരാൾ മനസ്സറിഞ്ഞ് പറഞ്ഞ അതിൻ്റെ അനന്തര സ്വത്താ. എനിക്ക് മരിച്ചാലും കിട്ടുന്നതാണ്. അറക്കപ്പടിയിലേക്ക് ഞാൻ വരുന്നില്ല, ഇനി ഞാൻ മരിച്ചു എന്ന് കരുതുക. എന്നാൽ നിങ്ങൾ ഇവിടുന്ന് പറയാ പണ്ടോനൊക്കെ വന്ന് ഇവിടെ പ്രസംഗിച്ച കാലത്ത്, അല്ലെങ്കിൽ കുടുംബത്തിൽ കാക്കുള്ള കാലത്ത്, അതൊക്കെ പറയുന്നവരില്ല എപ്പോഴും. ഉമ്മുള്ള കാലത്ത് ആ വീട്ടിലേക്ക് ചെന്നാൽ ഒരാൾക്ക് വെള്ളം കിട്ടിയതിന് ഇപ്പോഴോ നാത്തൂന്റെ മുന്നിലേക്ക് ചെല്ലാൻ തന്നെ തോന്നൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് അനന്തര സ്വത്താ. നമ്മളെപ്പറ്റി നല്ലത് പറയിപ്പിക്കലാണ് അനന്തര സ്വത്ത്. അല്ലാണ്ട് അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ആടെ 10 സെന്റും ഇവിടെ 20 സെന്റും ആടെ ഒരു മുറി പീടിയൊന്നുമല്ല. മരിച്ചാലും കബറ് കൊണ്ടെക്കുമ്പോഴും ആളുകൾ പറയാ നല്ലൊരു മനുഷ്യനായിട്ടോ, നല്ല സ്വഭാവമായിട്ടോ, ഒരാളോടും കയർത്ത് സംസാരിച്ചിട്ടില്ല, ഉള്ളത് കൊടുത്ത് സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഒരാളോടും മോശം വാക്ക് പറഞ്ഞിട്ടില്ല, ഒരാളോടും വൃത്തികേട് പറഞ്ഞിട്ടില്ല, ഒരാളെയും ഒരു ഉറുപ്പിയും കട്ടെടുത്തതായിട്ട് എനിക്കും അറിയാല. അങ്ങനത്തെ മരിച്ച് മണ്ണിൻ്റെ അടി ചെന്നാൽ പടച്ചോൻ പറയും ബാധ്യതകളില്ലാതെ മണ്ണിൻ്റെ അടി കിടക്കണം. ഒരാളെ ഒരു ഉറുപ്പിയും കക്കാതെ കിടക്കാൻ പറ്റണം, ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം. ആ കിടക്കുന്നവന് മയ്യത്തുസ്കരിക്കാൻ ആള് കുറഞ്ഞോയാലും പടച്ചോൻ അങ്ങ് കാത്തോളുന്ന. അല്ലാണ്ട് നാട്ടിലുണ്ടാക്കിയ സൽപ്പേര് കൊണ്ട് പള്ളി നിറച്ചു ആളുണ്ട്, മയ്യത്തുസ്കരിച്ചിട്ട് ബേക്കുന്ന ഒരുത്തം പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ ഇപ്പം കിടക്കുന്ന നോക്ക് 3 തുണിയിൽ. എന്തൊക്കെ കാണിച്ചു കൂട്ടിയ അമ്മയാ സ്വന്തം കുടുംബത്തിൽ മരുവോളോട് ഇപ്പം കിടക്കുന്ന നോക്ക് 3-5 തുണിയിൽ. എന്താ ഇപ്പം കൊണ്ടുപോയത്? മോനോട് കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിച്ചു. ഓൻ പുരണ്ടാക്കിയപ്പം ഓളെ പുരയിലേക്ക് പറഞ്ഞയച്ച് കട്ടില്, മേശ, വാഷിംഗ് മെഷീൻ ഇതൊക്കെ വാങ്ങിച്ച് ആ വാപ്പാനെ നെഞ്ചു പൊട്ടിച്ചിട്ട്. മണ്ണിൻ്റെ അടി കിടക്കുമ്പോൾ ഒരു സ്വൈര്യത്ത് കിടക്കാൻ പറ്റണം. ഞാൻ ദീർഘിപ്പിക്കല്ല, അവസാനിപ്പിക്കുക. റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിക്കണമെങ്കിലേ, മുത്തുനബീൻ്റെ കൂടെ പോണേ, ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വേണം. നമുക്ക് ആരെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാൻ നല്ലോനാ നിങ്ങളെ സർട്ടിഫിക്കറ്റോട് എനിക്കൊരു ഗുണവുമില്ല. എനിക്ക് ആദ്യത്തെ സർട്ടിഫിക്കറ്റ് തരേണ്ടത് എൻ്റെ കൂടക്കുള്ള പെണ്ണാ. ഓക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് ഞാനാ, പിന്നെ എൻ്റെ വാപ്പയും വയ്യ. നാട്ടുകാരെ കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടൊന്നും കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിൻ്റെ യുദ്ധസമയത്ത് പോലും, അനിവാര്യ യുദ്ധത്തിൽ പോലും റസൂലുള്ള പറഞ്ഞ സ്ത്രീകളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപേക്ഷിച്ചേക്കണം, നിങ്ങൾ തുടരുത്, വൃദ്ധന്മാരെ ഭക്ഷണമോ അവരുടെ ജീവിതവും മുടക്കാൻ പാടില്ല. ഏത് യുദ്ധത്തിൽ? നിങ്ങൾ ചിന്തിക്കണേ, ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യം ഫലസ്തീനിനെ നരനായാട്ട് നടത്തുക. ആ രാജ്യത്ത് ചെന്ന് നോക്കുമ്പോൾ നേരെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ. കയ്യും കാലും പൊട്ടിത്തീർന്നിട്ടും ഒരു വാപ്പാൻ്റെ 4 മക്കൾ മരിച്ചിട്ടും ആ വാപ്പ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അയാളെ പറമ്പിലുള്ള ബദാമ് പൊട്ടിച്ചു തരുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ നട്ടു വളർത്തിയതാന്ന് പറയുമ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ. ആ നാടിന്ന് അനുഭവിക്കുന്ന വേദനകൾ, സങ്കടങ്ങൾ, മക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലലുകൾ. പക്ഷേ ഇസ്ലാമിൽ ഒരു യുദ്ധങ്ങൾ എടുത്തു നോക്കൂ. റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുള്ള യുദ്ധങ്ങളിൽ, പിന്നീടുള്ള യുദ്ധങ്ങളിൽ ഒരു സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ല, ഒരു കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല, ഒരു വൃദ്ധന്മാരെ ഉപദ്രവിച്ചിട്ടില്ല. യുദ്ധത്തിന് വന്ന സ്വഹാബിയോട് ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പിണ്ടേ, നീ തിരിച്ചു പോയിക്കോന്ന് പറഞ്ഞൊരു സന്ദേശം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ സന്ദേശമാണ്, അത് മുസ്ലിമീങ്ങളുടെ സന്ദേശമാണ്. അമുസ്ലിമിൻ്റെ രക്തമാണ് നിന്റെ സ്വാതന്ത്ര്യം എന്ന് പഠിപ്പിക്കുന്ന ഇവിടുത്തെ ഫാസിസക്കാരനോട് പറയാനുള്ളതും ഒരു മുസ്ലിമിൻ്റെ സന്ദേശം. മരിച്ചു കിടക്കുന്നത് അമുസ്ലിമാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് അതിനാദരിക്കണമെന്ന് പഠിപ്പിച്ചൊരു സന്ദേശം റസൂലുള്ളാഹിൻ്റെ സന്ദേശമാണ്.
മരിച്ച മയ്യത്തിനെ പറ്റി അപവാദങ്ങൾ പറയരുതെന്നും പരിഹസിക്കരുതെന്നും അസഭ്യം പറയരുതെന്നും നിങ്ങൾ ആ മയ്യത്തിന്റെ കബറും പുറത്ത് ചവിട്ടരുതെന്നും പഠിപ്പിച്ചൊരു സന്ദേശം ഉണ്ടെങ്കിൽ, ഒരു അമുസ്ലിമിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പം തലപ്പാവൂരി ബഹുമാനിച്ചൊരു ചരിത്രം ഉണ്ടെങ്കിൽ മുത്തുനബീന്റെ സന്ദേശ, അള്ളാന്റെ ഹബീബിന്റെ സന്ദേശം. ഇവിടത്തെ ഏത് നിരീശ്വരവാദ ലിബറലുകൾ വായിട്ടലച്ചാലും ഇന്നും കോട്ടം വരുത്താൻ പറ്റാത്ത അള്ളാഹുവിന്റെ അഷ്റഫുൽ ഹൽക്കായ മുത്ത് ഹബീബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്നും ലോകം ആദരിക്കുന്നത് അവരുടെ ലിബറൽ ചിന്താഗതികളെ കൊണ്ടല്ല, ഏതെങ്കിലും പക്ഷമായവനെ കൊണ്ടല്ല, ഏതെങ്കിലും തോന്നിവാസങ്ങളെ കൊണ്ടല്ല. അലം നശ്റഹ് ലക സദ്റക് വറഫഅനാ, നബിയേ നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലതയും നന്മയുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് റബ്ബ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിക്കണം ഈ ലോകത്തുള്ള സർവ്വ ലിബറലുകളെയും. നമ്മിൽ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികളെ കഞ്ചാവിലും ലഹരിയിലും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും കണങ്കാലിന്റെ മേലെ ജീൻസും വലത്തേക്കാലിൽ ചരടും പോമ്പിട്ട മുടിയും കളറി ചെയ്ത ജീവിതവുമാണ് ആയുസ് എന്ന് തെറ്റിദ്ധരിച്ച മക്കളോട് പറയണം, വാപ്പക്കും മക്കും നാടിന് പറയാൻ പറ്റണം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് മാന്യതയോടെ ജീവിക്കണേ, നിങ്ങൾ ഒറ്റ വഴി തെരഞ്ഞെടുത്താൽ മതി, അള്ളാഹുവിന്റെ ഹബീബിന്റെ മതം, ആ റസൂലുള്ളാന്റെ ചരിത്രം, സന്ദേശം. അതിലൊരു കുഴപ്പങ്ങൾ കാണിച്ചു വരൂ, എവിടെങ്കിലും ഒരു കുഴപ്പം, എന്തെങ്കിലും ഒരു കുഴപ്പം. ആ ചരിത്രത്തിൽ നിന്നാണ് ഇന്ന് പല കുടുംബങ്ങളും അകന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യത്തീം മക്കളോട് പോലും സ്നേഹത്തോടെ പെരുമാറാൻ പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ഹബീബ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യത്തീം കുട്ടികളെ ഒരിക്കലും നിങ്ങൾ യത്തീം മക്കളെ മുൻപിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ചൊരു സന്ദേശം. അതിനേക്കാളും വലിയൊരു സന്ദേശം ലോകത്ത് വേറെ ഏതാ? അതിനേക്കാളും വലിയൊരു സന്തോഷം എവിടെയാ? യത്തീമുകളെയും വിധവകളെയും സമീപിക്കുന്നവൻ അഥവാ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇതുപോലെയായിരിക്കും എന്ന് പഠിപ്പിച്ചൊരു മതം. എത്ര വിധവകളാ കണ്ണീര് കുടിക്കുന്നത്. പിയാപ്ല കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ അതുവരെ പെങ്ങളേന്ന് വിളിച്ചാൽ പോലും മാംസത്തിന് വില പറയാൻ വരും. വിധവകൾ നേരിടുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? അന്ന് വരെ ആങ്ങള പെങ്ങളായി ജീവിച്ച പലരും പിന്നീട് ഒരു പിന്നാമ്പുറത്തൂടെ വരും. എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയണില്ല, നിങ്ങളോടാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, നിങ്ങളാണ് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ. ഓ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി നാളെ നേരം വെളുക്കുമ്പം കേട്ടാ ഇന്ന് വരെ കുറ്റം പറഞ്ഞവനാണെങ്കിലും നാളെ നിങ്ങൾ അറിയും നിങ്ങളെ 90% ധൈര്യവും ആ മനുഷ്യന്റെ വേർപ്പായിരുന്നു എന്ന്. ഒരാണിന്റെ വിലയറിയണേ വിധവകളോട് ചോദിച്ചാൽ മതി. മരിച്ചുപോയ ഭർത്താവിന്റെ കുപ്പായത്തിന്റെ ഉള്ളിലൂടെ കൈയിട്ട് സ്വന്തം തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ മനോവേദന. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞതും ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ വിധവകളെ സംരക്ഷിക്കുന്നവനാ, അവരോട് മര്യാദയോടെ പെരുമാറുന്നവനാ, സ്നേഹത്തോടെ ഇടവരുന്നവനാ, അവളെ സംരക്ഷിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവനാ. ഇന്ന് അവിടെയും ചിലർ തെറ്റിദ്ധരിച്ചു, എന്തിനാപ്പ കല്യാണം കഴിക്കുന്നത്? ഒന്നിലധികം സുഖം കിട്ടാൻ മാത്രം. സംരക്ഷിക്കാനാ കല്യാണം, അല്ലാതെ ആദ്യത്തെ പെണ്ണുങ്ങൾ കാണാതെ രണ്ടാമതുപോയി കെട്ടണമെന്നോ. ഞാനൊരൊറ്റ ചരിത്രം കൂടി പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ഇന്ന് കോഴികളെ മാതിരിയായിരുന്നു എന്നാ. പെണ്ണുങ്ങൾക്കൊരു വിലയും കൊടുക്കൂല, ഇഷ്ടം പോലെ ഓരോ രാത്രി ഓരോ പെണ്ണുങ്ങൾ. ഇസ്ലാം അത് ക്രോഡീകരിച്ചു, റസൂലുള്ള കൽപ്പന കൊടുത്തു, ഒരിക്കലും നിങ്ങൾ ആ വൃത്തികേട് ചെയ്യരുത്. നിങ്ങൾക്ക് പോറ്റാൻ, നീതി കാണിക്കാൻ, സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ 4 വരെ ആവാം എന്നുള്ളൊരു ഉപദേശം കൊടുത്തത് മാത്ര. അല്ലാണ്ട് സർവ്വ ആണുങ്ങളും പോയിട്ട് 4 കെട്ടട്ടെ എന്നല്ല. ആദ്യത്തോടെ ഓളെ വാപ്പാനെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് കെട്ടിക്കൊണ്ടുവരണമൊന്നുമല്ല. ആൾക്കാരൊക്കെ വിചാരതാ, എന്ത് ഓളെ സമ്മതമല്ലെങ്കിൽ എനിക്ക് വേറൊന്ന് പോയി കെട്ടാന്ന്. ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ, സ്നേഹത്തോടെ പെരുമാറാൻ. ഇന്ന് അങ്ങനെയൊക്കെ സംരക്ഷണം പറഞ്ഞ് കെട്ടിയിട്ട് ആദ്യത്തോടെ തിരിഞ്ഞോക്കാത്തവരുണ്ട്, നരകിപ്പിക്കുന്നവരുണ്ട്, ആദ്യത്തെ മക്കളെ തിരിഞ്ഞോക്കാത്തവരുണ്ട്. കാരണം എന്താ? രണ്ടാമത്തെ പെണ്ണുങ്ങൾ ആദ്യം വാശി പറയും, എന്ത് ദാ ഇന്നെ കെട്ടിക്കാൻ എൻ്റെ അടുത്ത് വെക്കണം. എത്ര കേസാണെന്നറിയോ? ഞാൻ നിരുത്സാഹപ്പെടുത്തല്ലോ. ഒരു ബന്ധത്തിന്റെ ലൈംഗിക സുഖത്തിന് മാത്രം പെണ്ണെട്ടാനൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല, അതിന് മതം മാറാനും പറഞ്ഞിട്ടില്ല. അങ്ങനെ മതം മാറിയോലെ ഇസ്ലാമിന് വേണ്ടാന്നാ പറഞ്ഞത്. ഇസ്ലാമിന്റെ നിലപാടാണത്, ശൈലിയാണത്. ഓരോ രംഗത്തും സ്ത്രീകളോട് വത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹിനെ ഭയപ്പെടണം. തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കാണത്. അടിമകളോട് പോലും, ഇസ്ലാമിൽ അടിമത്തത്തെ പറ്റിയാ ചിലർ കുറ്റം പറയാറുള്ളത്. അള്ളാഹിന്റെ ഹബീബ് കൊടുത്ത ഒരു അടിമത്തത്തിന്റെ നിർവചനം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതെങ്കിലും ഒരു മുതലാളി അടിമ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ആ അടിമ സ്ത്രീ സ്വതന്ത്രയാ. ഈ മുതലാളിയുടെ അനന്തര സ്വത്തിൽ പോലും ആ അടിമ സ്ത്രീക്ക് അവകാശം ഉണ്ടാവും.
അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പം പിന്നെ സ്വന്തം പുരയിലുള്ള അടിമ സ്ത്രീകളെ തൊടാൻ അന്നത്തെ കാലഘട്ടത്തിലെ പലരും തയ്യാറായില്ല. ഇന്ന് നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്ന് നോക്കുക. അവനാൻ്റെ പുരപ്പണിക്ക് വരുന്ന പെണ്ണിനെങ്ങാൻ ആരെങ്കിലും തൊട്ടാ ആ പുരക്കാരൻ്റെ സ്വത്തിൻ്റെ ഒരു ഓഹരി ആ പെണ്ണിനും ഉണ്ടാവുമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ചൂഷണങ്ങളും വ്യഭിചാരവും ഇതൊക്കെ അവസാനിക്കും, സർവ്വ തോന്നിയാസവും നിൽക്കും. ഇസ്ലാമിൻ്റെ നിലപാടാണ് ഇത്. കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതിന് പകരം ഒരു റബീഉൽ അവ്വൽ 12-ാം തീയതി റോഡ് ബ്ലോക്കാക്കി പള്ളി മുഴുവനും തോരണങ്ങൾ തൂക്കി അല്ലെങ്കിൽ പോത്തർച്ചി നെയ്ച്ചോറും തിന്നൽ മാത്രമല്ല നബി സ്നേഹം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓ മഹാബിയായി എൻ്റെ വാപ്പനെ കേട്ടു, ഒരുപാട് തെറി കേട്ടു, മരിച്ചു ആൻ വരെ ശാപപ്രാർത്ഥന കേട്ടോനാ ഞാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച ആ നല്ല കാര്യം പറഞ്ഞു കൊടുത്തപ്പം യൂട്യൂബിൽ ആദ്യത്തെ കമൻ്റ് അതാ, എൻ്റെ ഉമ്മാനെ തെറി വാപ്പാനെ തെറി. എന്താ ഇപ്പം പറഞ്ഞു കൊടുത്തത്? അള്ളാഹുവിൻ്റെ ഹബീബിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കണം, ആ ശൈലി, ആ സന്ദേശം. ഇവർ കരുതും നേരത്തെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതൊക്കെ നല്ലതാണ്, വയുഹ്സിനൂന സുനഅ, ഇതൊക്കെ ഭയങ്കര ഞാള് നല്ലത് ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാരാണ്, ഞങ്ങളെ റസൂലിനെ സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ അവർ വിചാരിക്കും. പക്ഷെ അവർ ചെയ്യുന്ന വലാലത്ത്, വഴികേട് ഈ ഉമ്മത്തിനെ എത്രമാത്രം നാശത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇന്ന തങ്ങളില്ലാത്ത ബാഫക്കി തങ്ങളില്ലാത്ത ഇന്ന തങ്ങളില്ലാത്ത സ്വർഗം ഞങ്ങൾക്കും വേണ്ട എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലേ? ആ കോലത്തിലെത്തിയില്ലേ? ഉണ്ണി യേശുവിനെ അവതരിപ്പിച്ച ക്രിസ്ത്യാനികൾക്ക് മുൻപിൽ ഇന്നും കേരളത്തിൽ ഒരൊട്ടകപ്പുറത്ത് ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിച്ചില്ലേ? അതിൻ്റെ നേരെ തക്ബീർ വിളിച്ചില്ലേ? 2 ദിവസത്തെ തക്ബീർ എല്ലാം പറഞ്ഞിട്ടുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. റോഡ് ബ്ലോക്കാക്കിയില്ലേ? ആളെ പ്രയാസപ്പെടുത്തിയില്ലേ? എത്ര ആളുകൾ മനസ്സറിഞ്ഞ് അള്ളാൻ്റെ ഹബീബിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പം ഒരൊറ്റ വാക്ക് തിരിച്ചറിയാൻ മതി, അല്ലെങ്കിലും ഇവർക്ക് റസൂലുള്ളാഹിനോട് ഒരു മഹബത്തും ഇല്ല. മഹബത്ത് ഉള്ളതുകൊണ്ടാ, മഹബത്ത് കൂടിപ്പോയതുകൊണ്ടാ. ഇസ്ലാമിൻ്റെ സാമ്പത്തിക രംഗത്ത് കച്ചവടത്തിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാങ്ങുന്നവരും കൊടുക്കുന്നവരെയും ഒരുപോലെ തൃപ്തിയുണ്ടാവണം കച്ചവടം. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. മദീന തെരുവിലൂടെ നടന്നു പോകുമ്പം നല്ല ഗോതമ്പ്, ഉണക്ക ഗോതമ്പ്, റസൂലുള്ള പുഞ്ചിരിയോടെ അടുത്ത് ചെന്ന് വെറുതെ ഒരു പിടി വാരി വെക്കുമ്പോൾ ഉള്ളിൽ കൈക്കൊരു നനവ്, ഉടനെ ഉള്ളിലേക്ക് ഒന്നും കൂടി കൈയിട്ട് വെച്ചു, നനഞ്ഞ ഗോതമ്പ്. ആ ഗോതമ്പ് അതേ ഗോതമ്പിലേക്ക് തിരിച്ചറിഞ്ഞിട്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നരകത്തിന്റെ തീക്കട്ടയേക്കാൾ പാട്ടിനി കിടക്കടോ. മറ്റൊരാളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്നതിന് ഒരിക്കലും ബർക്കത്തുണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുത്ത് കറന്നെടുക്കാതെ കൊണ്ടുവന്ന ആടിനെ കറന്നിട്ടേ വിൽക്കാവൂ എന്ന് പഠിപ്പിച്ച ലോകത്തൊരാദർശം ഉണ്ടെങ്കിൽ, കച്ചവടത്തിൽ ഒരു മര്യാദ ലോകത്തിന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമാ, മുത്തുനബിയാ. വേറെ ഏത് മതത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും? ഏത് മതത്തിൽ നിങ്ങൾക്ക് അത് ചരിത്രമായിട്ട് പഠിക്കാൻ പറ്റും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഓരോ രംഗത്തും നമ്മൾ ജീവിക്കേണ്ട രീതി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് ആ ശൈലിയും സന്ദേശവും നമ്മൾ ജീവിതത്തിൽ പകർത്തിയിട്ടാണ്. മറ്റൊരാളെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരിക്ക് പോലും നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് പഠിപ്പിച്ച മതാണെങ്കിൽ, ഞാൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നതേ എനിക്ക് അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടാനാ, നിങ്ങളെ വഞ്ചിക്കാനല്ല, നിങ്ങളൊരാളെയും നോട്ടം കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ചൊരാളിൽ നിന്നും ഒന്നും ആഗ്രഹിച്ചിട്ടുമല്ല. അള്ളാഹുവിൻ്റെ അരികിൽ പുഞ്ചിരി സ്വതക്കയാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചതുകൊണ്ടാ. ആ ചിരിക്കുന്നതിൻ്റെ മുഖത്ത് നോക്കി തിരിച്ച് ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? എനിക്കൊരു ബേജാറുമില്ല. കാരണം നിങ്ങളെ ചിരി തിരിച്ചു കിട്ടാനല്ല ഞാൻ നിങ്ങളോട് ചിരിക്കുന്നത്. പുഞ്ചിരി പോലും സ്വതക്കയാണെന്നും ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നരകത്തെ കാക്കണമെന്നും പഠിപ്പിച്ച ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സ്വഭാവ സംസ്കാരാണത്. വലാ തുസഇർ ഹദ്ദക ലിന്നാസ്, മറ്റുള്ളവരോട് മുഖം കൊട്ടി സംസാരിക്കരുത്. വലാ തംശി ഫിൽ അർളി മർഹ, അഹങ്കാരത്തോടെ ഭൂമിക്ക് മേലെ നീ നടക്കരുത്. ഒരിക്കലും നീ കഴുതയെ പോലെ അട്ടഹസിച്ച് ചിരിച്ച് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇതൊക്കെ ഞാൻ എൻ്റെ സ്വഭാവത്ത് പകർത്തുന്നത് എന്തുകൊണ്ടാ? എൻ്റെ ഹബീബായ മുത്തുനബിനെ പഠിപ്പിച്ചതുകൊണ്ടാ. അത് മോട്ടിവേഷൻ ക്ലാസ് ഒന്നും ഒരാൾ പറഞ്ഞൊന്നുമല്ല, എൻ്റെ ഹബീബിനെ പഠിപ്പിച്ചെന്നതാ. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ. എന്തിന്? ഒരു പെണ്ണിനെ ചുംബിക്കുന്നത് പോലും, കെട്ടിയ പെണ്ണിനെ ചുംബിക്കുന്നത് പോലും കൂലിയാണെന്ന് പഠിപ്പിച്ചൊരു മതം അള്ളാൻ്റെ ഹബീബിൻ്റെ മത. സഹാബത്ത് ചോദിച്ചു, റസൂലേ, സ്വന്തം പെങ്ങളെ അങ്ങനെ ചുംബിക്കുകയൊക്കെ ചെയ്താൽ അത് ഞങ്ങളൊരാഗ്രഹമല്ലേ? റസൂൽ ചോദിച്ചു, സ്വന്തം പെണ്ണല്ലാത്ത മറ്റൊരു പെണ്ണിനെ ചുംബിച്ചാൽ എനിക്ക് കുറ്റമുണ്ടോ? ഉണ്ട് നബിയെ. എങ്കിൽ എൻ്റെ പെണ്ണിനോട് ചുംബനം കൊടുത്താലും കൊഞ്ചിയാലും എനിക്ക് അള്ളാൻ്റെ അടുത്ത് കൂലിയാ. ശ്രദ്ധിക്കണം കേട്ടോ, ഇന്നൊക്കെ പലരും വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ബന്ധങ്ങളിലൂടെ കുടുംബം കൈവിട്ടുകൊണ്ടിരിക്കുക. 10ാം ക്ലാസ് കൂടെ പഠിച്ച ഗെറ്റ് ടുഗദറിന് കിട്ടിയ നമ്പറിന്റെ പേരിൽ എത്ര കുടുംബങ്ങളാ കണ്ണീര് കുടിക്കുന്നത്? എത്ര ആളുകളാ ഓരോ കുടുംബത്തിനെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്?
ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കണ്ട. ഓരോ രാവും ഓരോ മെസ്സേജും ഓരോ ഇമോജിയും അള്ളാന്റെ അടുത്ത് നിങ്ങൾക്ക് വലിയ ശാപമായിട്ടും കുറ്റമായിട്ടും കാണാൻ പറ്റും. കാരണം അവനവന്റെ വീട്ടിലുള്ളത് നമ്മളെ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇന്ന് ആളുകൾ വിചാരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഇങ്ങോട്ട് തുറന്നു വെച്ച് കണ്ട അതാണ് ജീവിതം എന്നാ. അത് അഭിനയ മനുഷ്യരെ. എത്ര ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകളും ആത്മഹത്യ ചെയ്തു. എത്ര ഇൻസ്റ്റഗ്രാമിന്റെ വലിയ പിന്തുടർച്ചക്കാരുള്ള സബ്സ്ക്രൈബുള്ള എത്ര പെൺകുട്ടികൾ, എത്ര കുടുംബത്തിലെ കുടുംബിനികൾ, എത്ര ആണുങ്ങൾ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ക്യാമറന്റെ മുൻപിലുള്ള ജീവിതമൊന്നും കണ്ട് ആസ്വദിക്കരുത്. ഓനും കൂടി ഇങ്ങനെ അഭിനയിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇടുമ്പോഴേക്കും അത് പിയ്യാപ്പിളക്ക് അയച്ചു കൊടുത്തിട്ട് പറയാ, എനിക്ക് ഇങ്ങനത്തെ ഒരു പിയ്യാപ്പിളിനെ വേണ്ടി, നിങ്ങൾ നോക്കി എന്ത് രസാ. ഓനോളോടും പറയും, ഒരു ക്യാമറ കണ്ട് അഭിനയിക്കുന്നതിൻ്റെ ഒന്നും യാഥാർത്ഥ്യമല്ല, അത് നിങ്ങളും അഭിനയിക്കും. ഈ സദസ്സിനെ ഒന്ന് വീഡിയോ പകർത്താൻ വേണ്ടി ഒരു ക്യാമറമാൻ വന്നോക്കട്ടെ. നിങ്ങൾ കാണല്ലേ കല്യാണപ്പുരയിലൊക്കെ വാരി വലിച്ച് തിന്നുമ്പോഴായിരിക്കും ക്യാമറമാൻ വരിക. അപ്പൊ കാണാൻ നല്ല ഡീസന്റില്, കാരണം കോയിക്കാലൊന്നും എടുക്കുകയില്ല, പിടിക്കുകയില്ല. എന്താ? ക്യാമറയിൽ നല്ലോണം കാണണം. ക്യാമറ തുറന്നു വെക്കുന്നവൻ അഭിനയിക്കും. ഓന്റെ യാഥാർത്ഥ്യമല്ലത്, ജീവിതല്ലത്. എന്നിട്ട് അത് കണ്ടിട്ട് പിയാപ്ല പോരാ, മൂപ്പർക്ക് റൊമാൻസ് ഇല്ല, മൂപ്പർക്ക് കുറവാണ്, മൂപ്പർക്ക് ഇങ്ങനെയാണ്. ഓൻ ആയുസ്സിൽ നെഞ്ചും പൊട്ടി സമ്പാദിച്ചതാ തിന്ന് തീർക്കുന്നത് എന്ന് ചിന്തിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണിന്റെ മനസ്സിന്റെ പ്രാർത്ഥനയാ ആയുസ്സോടെ നിലനിർത്തുന്നത് എന്ന് ചിന്തിക്കാത്ത ആണുങ്ങളുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയൊരു നാശാണത്. ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും. അതവിടെ തീരുന്നില്ല. ഒരാഴ്ച മുഴുവൻ മക്കൾക്ക് വേണ്ടി സ്വപ്നം കണ്ട് ജീവിച്ച അമ്മനെയും വാപ്പനെയും ചവിട്ടിത്തേരയ്ക്കുന്ന മക്കള്. എന്താപ്പം ബന്ധം? വാട്സപ്പ് പ്രേമം, ഫേസ്ബുക്ക് ബന്ധം, ഇൻസ്റ്റഗ്രാം കല്യാണം. ഇപ്പൊ അതൊക്കെ ഒരു ഷോയാ അല്ലേ? നിക്കാഹിന് പോകുന്നത് ഷോ, നിക്കാഹിന് അന്ന് തുള്ളുന്ന ഷോ. ഞാൻ പറയാറുണ്ട്, ഉമ്മാരെ നിലവാരം കുറഞ്ഞതിനൊന്നും നിങ്ങൾ പോരുതിട്ടോ, നിങ്ങൾക്കൊരു ഇസ്സത്തില്ലേ? ഞാൻ ഉമ്മാരെ മാത്രം കുറ്റം പറയാന്ന് ചിന്തിക്കേണ്ട. നിങ്ങളെ കാലിലോട്ടിലാ പടച്ചോൻ സ്വർഗം പഠിച്ച്. സ്വർഗത്തിന്റെ 8 വാതിലും പടച്ചോൻ തുറന്നിറന്ന് നിങ്ങൾക്കാ. ഒരു ഉമ്മാന്റെ കാലിന്റെ ചോട്ടിൽ സ്വർഗം. ഒരു ഉമ്മ പ്രാർത്ഥിച്ച മക്കള് സ്വർഗം. അള്ളാന്റെ ദീനിന് പടച്ചറബിന്റെ തിരുദൂതം പറയുന്ന ഒരു വാക്കുണ്ട്. ഒരു സ്ത്രീയോളം പടച്ചറബ് അവസാനത്തെ പ്രസംഗത്ത് പോലും പറഞ്ഞു, വത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളോട് നിങ്ങൾ മര്യാദയോടെ പെരുമാറണേ. ആ ഇസ്സത്ത് മനസ്സേറ്റി കൊണ്ടടക്കേണ്ടതിന് പകരം ആരെങ്കിലും ഒരു 20,000 മുട്ടായി തരുമ്പോഴേക്കും ആ മുട്ടായിന്റെ കൊട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ ക്യൂ നിന്നിട്ട് പോകാൻ നിൽക്കണ്ട. അതൊന്നും ഇസ്ലാമിലില്ലാത്ത. ചുരിദാർ ഇട്ടോളും പർദ്ദട്ടോളും ഒക്കെ മുട്ടായി കൊടുക്കാൻ പോവുക. ഇനി ആടുന്നൊരു തുള്ളൽ. ഇപ്പം എന്താ ഗൗരവം എന്നറിയാം ഞങ്ങൾക്ക്? പെൺകുട്ടിയുടെ അമ്മാരും വാപ്പാരും ഡാൻസ് പഠിക്കേണ്ട കാലമാണ്. ഞാൻ എൻ്റെ മോള്, വലിയ മോള് +2 വണ്ണാരിയാ അവിടെ ഉണ്ട്. ഞാൻ അവളോട് പറഞ്ഞിരിക്കും, മോളെ ഞാനൊന്നും ഡാൻസ് പഠിക്കൂലട്ടോ. കാരണം എന്താ? കല്യാണത്തിൻ്റെ അന്ന് ക്യാമറമാൻ പറയാ, വാപ്പൻ്റെ പേരോട് തുള്ളിയിട്ട് ഇങ്ങോട്ട് വരട്ടെ. എവിടേക്ക്? വേദിയിലേക്ക്. അപ്പൊ സാധു വാപ്പ ഒരു സ്റ്റെപ്പ് അന്ന് വരെ പഠിക്കാത്ത വാപ്പ അമ്മ ഓളപ്പരം തുള്ളി. ഇതാരാ പറയുന്നത്? ഏതോ അക്കും പാത്തിലും തിരിയാത്തൊരു വീഡിയോഗ്രാഫർ. ഇനി തുള്ളിയില്ലെങ്കിലോ കൂട്ടുകാരൊക്കെ ചെറുപ്പക്കാരനോട് എവിടുന്ന് കിട്ടിയടോ അങ്ങനത്തെ ഒരു സാധനത്തിന്? ഈ കാലഘട്ടത്തിൽ ഡാൻസിന്റെ സ്റ്റെപ്പ് അറിയാത്ത മോളോ? എവിടേക്കാ ഈ ഉമ്മത്തിന് നിങ്ങൾ കൊണ്ടുപോകുന്നത്? പെൺമക്കൾ ഉണ്ടായതും ആൺമക്കൾ, ഇനി ആൺമക്കൾ കൊണ്ടിട്ടോ. സ്റ്റേജുമേൽ നിന്നിട്ട് പെണ്ണിങ്ങനെ തുള്ളുക, ആണിങ്ങനെ ഒയന്ന് നിൽക്കുക. ഓനത് പടച്ച തമ്പുരാൻ എനിക്കാ കൈമലാകുകയും ചെയ്ത് ഇനിയിപ്പോൾ തലയും കുനിച്ച് നിന്ന് ബേജാറാകുന്ന എത്ര ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. ഓളോളെ സ്കൂളിൽ നിന്ന് വന്ന +2കാരൻ ചെക്കന്മാരപ്പരം ഇങ്ങനെ ആർമാദിച്ച് തുള്ളുന്നുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാ പറയുമ്പോൾ എന്നോട് നിങ്ങൾ വെറുപ്പ് തോന്നരുത്. കല്യാണത്തിൻ്റെ അന്ന് ഞമ്മക്ക് വയറ് കാണിച്ചാലൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരു നെയ്യത്തിലാണ്. അതുകൊണ്ടാണല്ലോ കാഞ്ചീപുരം സാരി അത് പകുതി കാണുന്ന, വയറിൻ്റെ മുക്കാഭാഗം തെളിയുന്ന, ഇതൊക്കെ ഹലാല എന്ന് കല്യാണത്തിൻ്റെ അന്നും പിറ്റേന്നും തലേന്നും. എന്നിട്ട് അള്ളാൻ്റെ ബർക്കത്തില്ല, കുടുംബത്തിലൊരു സ്വൈര്യല്ല, എല്ലാം ഉണ്ട്, സമാധാനമല്ല എന്ന് പറയുമ്പം പടച്ചോനൂടിയും തോന്നണ്ടേ ഞമ്മക്കിത് തരേ? അള്ളാഹ്ക്കൂടി തോന്നണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്തുനബീൻ്റെ കൂടെ ജീവിക്കണേ. ദുനിയാവിലെ 10-60 കൊല്ലം കുറച്ചൊക്കെ ഒരു സൂക്ഷ്മതയും കുറച്ചൊക്കെ ഒരു സന്തോഷവും അള്ളാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വരും. ഇതൊന്നും ആഗ്രഹമില്ലാത്തവരല്ല ആരും. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് മാറ്റിവെക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതുകൊണ്ട്. ആ റസൂൽ ഈ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ഞാൻ മരിച്ചാൽ പോലും എൻ്റെ ഖബറിനെ ആരാധിക്കല്ലേ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിൻ്റെ ഖബറിങ്കൽ പോകാൻ ഒരാൾക്ക് റസൂൽ അനുവാദം കൊടുത്തിട്ടില്ലേ? ഇന്ന് അജ്മീരും നാഗൂരും മുത്തുപ്പേട്ടയും ഉള്ളാളും ഇപ്പം CM മക്കാമ് വരെ മുദബ്ബിറുൽ ആലം പടച്ചോൻ്റെ പടച്ചോൻ്റെ മേലെയാ. കഴിഞ്ഞ റമദാനിൽ ഹിളർ നബീൻ്റെ കൂടെ CM മക്കാമിലെ മൂപ്പര് വന്നാടുന്ന് കഞ്ഞി കുടിച്ച് പോയിട്ടുണ്ട്. അപ്പം പുതിയ തള്ള് ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൈകൊണ്ട് താങ്ങി നിർത്തി വിളിച്ചോളി തക്ബീർ. ഇതാ അവസ്ഥ. ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് മടവൂരിറക്കി ഷെയ്ഖുന പോയി.
18 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാല് വീട്ടി കോഴിക്കാല് തിന്നപ്പോഴേക്കും പെണ്ണിന് 9 മാസം ഗർഭിണി. ഇതൊക്കെ കറാമത്ത്. അള്ളാന്റെ ഹബീബിന് പോലും കൊടുക്കാത്ത പടച്ചോന്റെ കറാമത്ത് കോഴിക്കോട് ജില്ലയിലെ മടവൂരിലെ ചിറ്റടി മീത്തലിലെ ഒരു ഷെയ്ഖിന് കൊടുത്തു എന്ന് വിശ്വസിക്കുക. എന്തൊക്കെയാ ലേറ്റസ്റ്റ് മോഡൽ പുതിയ വരുന്നതെന്നാ ഈ കെട്ടുകഥകളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തെറ്റാണ്. ഇതൊന്നും ഇസ്ലാമിലില്ല. ഒരാൾക്ക് പടച്ചോൻ കറാമത്ത് കൊടുത്താൽ അത് കിട്ടുമ്പോഴേ അറിയൂ, കിട്ടിക്കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. ഇനി അതയാൾക്ക് വടി നിലത്തിട്ടപ്പോൾ പാമ്പായി. ആദ്യം ഓടിയ മൂസാ നബിയാ. അള്ളാഹ് പറഞ്ഞു മൂസ ഓടല്ലേ, വടി പിടി, പാമ്പിനെ പിടി. റബ്ബേ അത് പാമ്പാ, നീ പിടി മൂസ. പിടി പിടിച്ചു, ഒക്കെ വടി. ആ വടിയേറ്റ് ചെങ്കടലിന്റെ അടുത്തെത്തിയപ്പോൾ മൂസാ നബിനോട് അടി മൂസ ചെങ്കടലിൽ. റബ്ബേ ഇത് പാമ്പായ വെള്ളത്തു കൂടെ ഊളിട്ട് പോകില്ലേ, ഇനി അടി മൂസ. അടിച്ചു, ഇങ്ങോട്ടും മാറിയിരുന്നു. പിന്നെ ആ വടീനെ പറ്റി ഇസ്ലാമിക ചരിത്രത്തിലുണ്ടോ? മായാവിന്റെ വടി പോലെ മഹാനായ മൂസാ നബിയെ കൊണ്ടുവരണോ, വർക്കത്ത് കൊടുത്തോ? പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ വടിമേൽ കറാമത്തിന്റെ പവിത്രതയും പറഞ്ഞു നടന്നോ? ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ വാക്കും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള 2 മൗലൂദുകളുണ്ട്. എനിക്ക് ഈ മൗലൂദൊന്നും പാടി പരിചയമില്ല കേട്ടോ. ഞാൻ നിങ്ങൾ അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചതാ. കാരണം എൻ്റെ നാട്ടിൽ ആ സന്ദേശമല്ല. ഈ മൗലൂദൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ അൽഹംദുലില്ലാ 420ഓളം കുടുംബങ്ങൾ മുജാഹിദീങ്ങളുള്ള ഹക്കായ ഹൈറായ നിലക്ക് മുന്നോട്ട് പോകുന്ന ഒരു നാട്. അപ്പം ഇതിൻ്റെ നിരർത്ഥകത ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിച്ചതാ. ഇപ്പം നിങ്ങൾ പാടുന്ന മങ്കൂസ് മൗലൂദ്, അതിലൊരു വരിയുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇർതകബ്തു അലൽ ഖതാ വൈറ അസിരിൻ വഅദത് ലാക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇത് കേട്ടിട്ടില്ലേ? ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? നിങ്ങൾ എവിടെയെങ്കിലും ഇതിൻ്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ അർത്ഥം അള്ളാഹ്ക്കൊരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വരിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിൽ വന്ന് ഫാത്തിമ ബീവി പറഞ്ഞു, വാപ്പേ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എനിക്കൊരിടം വേണം. റസൂലുള്ള പറഞ്ഞു, മോളെ എൻ്റെ വാപ്പ മുഹമ്മദ് ആയതിൻ്റെ പേരിലോ നബി ആയതിൻ്റെ പേരിലോ വാപ്പാൻ്റെ ഫളിലുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അൻകദി നഫ്സകി മിനന്നാർ, നിന്റെ നരകത്തുനിന്ന് നീ നിന്നെ കാത്തോ, അല്ലാണ്ട് വാപ്പൻ്റെ പോരിശൊന്നും ഇനി അള്ളാഹിനോട് പറയാൻ വിചാരിക്കണ്ട. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിനോട് മങ്കൂസ് മൗലൂദിലെ ആദ്യത്തെ പ്രാർത്ഥന, അതിൻ്റെ മലയാളം എങ്ങനെയാ? കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, താങ്കളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. നബിയെ ഞാൻ ഒരുപാട് കുറ്റം ചെയ്തിട്ടുണ്ട്, നിങ്ങളോടാണ് ഞാൻ എൻ്റെ അന്യായം പറയുന്നത്. അള്ളാഹ് പറഞ്ഞത് എന്താ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്ത് പാപം ചെയ്തവരോട് എന്നോട് പ്രാർത്ഥിക്കാൻ പറയണേ റസൂലേ എന്ന്. അത് പഠിപ്പിച്ച റസൂലുള്ളാഹിനോട് ഇന്ന് മങ്കൂസ് മൗലൂദ് പറയാണെന്ത്? നബി നിങ്ങളോടാണ്, നിങ്ങളെ ഫളിലുണ്ട്, നിങ്ങളെ ജാവ് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടണം. ഇനി ശറഹുല്ലനാ മൗലൂദില്ലേ, അതിലുണ്ട് ഇങ്ങനത്തെ വരികൾ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളിലകൽ ജമ്മൽ ഗഫീറു ഫികക ദഹ്സൻ തളന്നി യാ ബശീറു യാ നദീറു. ഈ ബഷീർ നദീർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് കൊടുത്ത 2 നാമങ്ങളാണ്. ബഷീറായവൻ, നദീറായവൻ. റസൂലുള്ളാഹിക്ക് അള്ളാഹ് കൊടുത്തതാ 2 പേര്, അഹമ്മദ്, മുഹമ്മദ്, ബഷീർ, നദീർ. അന്നാ അതേ ദുആൽ എന്താ പറയുന്നത്? അബ്ദുക, നബിയെ നിന്റെ അടിമ, മിസ്കീനു യർജു, ഈ പാവപ്പെട്ട അടിമ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ, ഫളിലകൽ ജമ്മൽ ഗഫീറു, നിന്റെ ഫളിലുകൊണ്ട് നിന്റെ എല്ലാ പാപവും എനിക്ക് പുറത്ത് കിട്ടണം. അതിനാ ഞങ്ങൾ ഈ മൗലൂദ് കഴിക്കുന്നത്, അതിനാ ഞങ്ങൾ ഈ നെയ്ച്ചോറ് തിന്നുന്നത്, അതിനാ ഞങ്ങൾ ഈ ഇശൽ ഗാനമേള നടത്തുന്നത്, അതിനാ ഞങ്ങൾ റോഡ് ബ്ലോക്കാക്കുന്നത്. എന്ത് കിട്ടണം? ജമ്മൽ ഗഫീറു, എല്ലാ പാപവും പുറത്തിട്ടണം. ഫികക ദഹ്സൻ തളന്നി യാ ബശീറു യാ നദീറു. ബഷീറായ നദീറായ നബി തങ്ങളെ, നിങ്ങൾ ഞങ്ങളോട് വേണ്ടാത്തൊന്നും ചെയ്യരുതേ, ഞങ്ങൾക്ക് നിങ്ങളെ തൊട്ട് അതേ ഉള്ളൂ ഒരു ആശ, ഒരു ഊഹം. ഇതെങ്ങനെ ഒരു മുസ്ലിമിന് മനസ്സറിഞ്ഞ അള്ളാഹിന്റെ മുൻപിൽ ഇനി നാവുകൊണ്ട് ഉച്ചരിക്കാൻ പറ്റുക? അത് തെറ്റാന്ന് പറയുമ്പം നമ്മൾ ഇനിയും ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ ഒക്കെ ചിലർ ഫോൺ വിളിച്ച് തെറി പറയുമ്പോൾ ലൗഡ് സ്പീക്കർ ആക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നോട് അറിയും, അല്ലേ കേട്ടിട്ട് ബേജാറാകുന്നല്ലോ. ഞാൻ പറയും, ഒരു ബേജാറും വേണ്ട. അള്ളാൻ്റെ ഹബീബ് ഇതിനേക്കാളും വലുത് കേട്ടിട്ടുണ്ട്. നല്ലത് പറഞ്ഞു കൊടുക്കുമ്പം ആൾക്കാരുടെ ശൈലിയാണത്. അത് നമുക്ക് പള്ളിയിൽ നിന്ന് തന്നെ സ്വന്തം കാണാം. ജുമക്ക് 11:45 വന്നാലും ബേക്കലെ ഫാൻ നോക്കി ക്യൂ നിന്ന് ഒരു തൂണുമ ചാരിക്കുന്ന ചെറുപ്പക്കാരനോട് മുന്നോട്ട് കയറി ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മളൊരു നോട്ടാ, ഇനി വലിയ നന്നായോ. അത് മനുഷ്യൻ്റെ ശൈലിയാ, സ്വഭാവ.
അത് കുറ്റം പറയുന്നവർ എക്കാലഘട്ടത്തിലുണ്ടാവും. അവരെ പേടിച്ചിട്ട് പടച്ചോൻ്റെ ദീന് മറച്ചു വെച്ചാലേ നാളെ 6 അടി കട്ടിൽ കയറി 6 അടി മണ്ണ് കൊണ്ടുവെക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. ആ മുത്തുനബി കൂടെ ഉണ്ടാവണേ. ഈ പറഞ്ഞ രീതിയിലാവട്ടെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. അങ്ങനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് കുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ. മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട് റബ്ബേ. ആരുടെ സ്വഭാവത്തിനാണോ മാറ്റമുണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് എല്ലാ കുടുംബത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, അധികവും യാത്രയിലായി പോകാറുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിനെയും കൂടെ കൂട്ടാറുള്ളത്. യാത്രകൾ എളുപ്പമാവാനും ദഅവത്ത് നടത്താനും അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് അറിവുകൾ നേടാനും പ്രചരിപ്പിക്കാനും നിങ്ങൾക്കും എനിക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്